മലയാള ഭാഷയുടെ ഉൽപ്പത്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യത്യസ്ത നിരീക്ഷണങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. ഇത് മലയാള ഭാഷയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഈ മലയാള ഭാഷ കാലങ്ങൾക്ക് മുൻപ് സിന്ധു നദീതട സംസ്കാരത്തിലുണ്ടായിരുന്ന മൂലദ്രാവിഡ ഭാഷയുടെ പിന്തുടർച്ചയായിട്ട് വന്ന ഭാഷയാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭാഷയുടെ ഒരു തുടർച്ച എന്ന നിലയിൽ മലയാള ഭാഷയെ കാണേണ്ടതാണ്. അപ്പോൾ ആ ഒരു ദ്രാവിഡ ഭാഷയുടെ തുടർച്ചയായിട്ടുള്ള എല്ലാ ഭാഷകളും കൂടിയ ഒരു രൂപമാണ് ആ ദ്രാവിഡ ഭാഷ. അതിൽ നിന്ന് മലയാളത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപത്തെയുള്ള രൂപം എന്താണെന്ന് ഓരോ രൂപങ്ങളും ഘട്ടങ്ങളായിട്ട് നമുക്ക് പരിശോധിക്കേണ്ടി വരും. എത്രയായാലും അങ്ങനെ മലയാള ഭാഷ എങ്ങനെ എവിടെ നിന്ന് വേർതിരിഞ്ഞു വന്നു എന്നുള്ളത് പറയുമ്പോൾ നമുക്ക് പല വാദങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിരത്താനുണ്ട് എന്നുള്ളതാണ്. മലയാളത്തിലെ ആദ്യത്തെ ലിഖിത രേഖയായിട്ട് പറയുന്നത് വാഴപ്പള്ളി ശാസനമാണ്. അവിടെ മലയാള ഭാഷയുടെ ചരിത്രം ആരംഭിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനു മുൻപേ അത് ലിഖിത രേഖ എന്ന നിലയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അതിനു മുൻപേ തന്നെ മലയാള ഭാഷയുടെ ചരിത്രമുണ്ട്. പക്ഷെ നമുക്ക് മലയാള ഭാഷയുണ്ട്, പക്ഷെ ചരിത്രപരമായി നമുക്ക് രേഖകളില്ലാത്തത് കൊണ്ടാണ് വാഴപ്പള്ളി ശാസനം മുതലുള്ളവ നമ്മൾ ചരിത്ര രേഖകളായിട്ട് പറയുന്നത്. ചേരമാൻ പെരുമാളായിരുന്ന രാജശേഖരവർമ്മയുടെ കാലത്ത് ചങ്ങനാശ്ശേരിക്ക് അടുത്ത് വാഴപ്പള്ളി എന്ന സ്ഥലത്ത് വെച്ച് എഴുതിയതാണ് പുറപ്പെടുവിച്ചതും. അത് ചെമ്പ് തകിടില് വട്ടെഴുത്തില് ഗ്രന്ഥാക്ഷരം കൂടി ചേർത്ത് എഴുതിയിട്ടുള്ള രേഖയാണ് ഈ വാഴപ്പള്ളി ശാസനം. അപ്പോൾ ലിഖിതങ്ങൾ രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ ഉള്ള ഒരു വാമൊഴിയുടെ ചരിത്രം ഉള്ള ഒരു കാലഘട്ടത്തിൽ എഴുതിയതാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ആ കാലഘട്ടത്തിൽ ലിഖിതമായിട്ട് മറ്റുള്ളവ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു തെളിവ് നമുക്ക് പറയാൻ ഇല്ലതാനും. മലയാളത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുമ്പോൾ പല വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സംസ്കൃതജന്യവാദം, തമിഴ് വാദം, മിശ്രഭാഷാവാദം, സ്വതന്ത്രവാദം തുടങ്ങി പല വാദങ്ങൾ, സ്വതന്ത്ര ഭാഷാവാദം തുടങ്ങി വാദങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. സംസ്കൃതജന്യവാദത്തെക്കുറിച്ച് പറയുമ്പോൾ സംസ്കൃതജന്യവാദം അവതരിപ്പിക്കുന്നത് വടക്കുംകൂർ രാജരാജവർമ്മയാണ് പ്രധാനമായിട്ടും ഈ വാദം പറയുന്നത്, അതിൽ പിടിച്ചു നിൽക്കുന്നത്. ലീലാതിലകകാരനും കോവുണ്ണി നെടുങ്ങാടിയും വടക്കുംകൂർ രാജരാജവർമ്മ ഈ വാദം ഉന്നയിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവർ പറഞ്ഞത് നമ്മൾ പഠിച്ചു വരുമ്പോൾ അവർ അത് സംസ്കൃതത്തിൽ നിന്നല്ല സംസ്കൃതത്തിൽ നിന്നാണ് മലയാള ഭാഷ ഉത്ഭവിച്ചേ എന്ന് അവർ പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ലീലാതിലകത്തിലെ സംസ്കൃതജന്യവാദം എന്ന് പറയുന്നത് വ്യക്തമായിട്ടത് സംസ്കൃതജന്യവാദമായിട്ട് പറയാൻ നമുക്ക് പറ്റില്ല. അതിന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഭാഷയ്ക്ക് ആദിയുണ്ട്, ആദി സംസ്കൃതമാണെന്ന് ഗ്രഹിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഭാഷ തന്നെ, മലയാളം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഭാഷ തന്നെ രൂപപ്പെട്ടത്, അതായത് ആദ്യ ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമാണ്. അപ്പൊ പിന്നെ മറ്റു ഭാഷകളെല്ലാം സംസ്കൃതത്തിൽ നിന്നാണ് രൂപപ്പെട്ടതെന്നുള്ള അർത്ഥത്തിലാണ് 135 സൂത്രത്തിന്റെ വൃത്തിയിലെ ലീലാതിലകകാരൻ പറയുന്നത്. ഇതേ ലീലാതിലകാരൻ തന്നെ പറയുന്നുണ്ട്, ഇത് കേരളീയര് ദ്രാവിഡരാണെന്ന് ലീലാതിലകാരൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഷയ്ക്ക് ദ്രാവിഡ ശബ്ദത്തിന്റെ ഒരു രൂപമായിട്ടുള്ള തമിഴ് എന്ന പേരാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. മാത്രമല്ല വ്യാകരണത്തിലും മറ്റൊക്കെ അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ലിംഗങ്ങളാണ്, ലിംഗ വചനം, വിഭക്തി പ്രത്യയങ്ങളുടെ പൊരുത്തവും ക്രിയാപദങ്ങളും സാധാരണ പദങ്ങളും ഒക്കെ മലയാളവും സംസ്കൃതവും തമ്മിലുള്ള ബന്ധവും മലയാളവും തമിഴും തമ്മിലുള്ള ബന്ധവും നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. അത് തമിഴിൽ നിന്നല്ല, മലയാളവും സംസ്കൃതവും മലയാളവും തമിഴും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് സംസ്കൃതത്തിൽ നിന്നല്ല, ഇത് തമിഴും ഉൾക്കൊള്ളുന്ന ഒരു പൂർവ്വ ഭാഷയിൽ നിന്നാണ് മലയാളം വേർതിരിഞ്ഞു വന്നതെന്ന് നമുക്ക് മനസ്സിലാകും. കൂന്തൽവാദം അവതരിപ്പിക്കുന്നുണ്ടല്ലോ, അതിൽ മലയാളത്തിന്റെ തനിമയെ കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്.
അതുപോലെ ഉത്തമ മണിപ്രവാളത്തിൻ്റെ ലക്ഷണം, ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് വിവരിക്കുന്നിടത്തും ശുദ്ധഭാഷയുടെ സവിശേഷതകളൊക്കെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ സംസ്കൃത ഭിന്നമായിട്ടുള്ള ഒരു ഭാഷയാണ് മലയാളത്തിൻ്റെ പൂർവ്വഭാഷ എന്നുള്ളൊരു അഭിപ്രായത്തിലേക്കാണ് ലീലാതിലകകാരൻ എത്തുന്നതെന്ന് നമുക്ക് പറയാം. ഇനി കോവുണ്ണി നെടുങ്ങാടിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കേരള കൗമുദിയിലാണ് സംസ്കൃത ഹിമഗിരികളിത, ദ്രാവിഡവാണി, കളിന്തി, ജാമിളിത, കേരള ഭാഷ, ഗംഗ, വിഹരതു, മമഹൃൽ സരസ്വത സംഘ എന്ന് പറയുന്നത്. അതായത് സംസ്കൃതവും ദ്രാവിഡ ഭാഷയായിട്ടുള്ള തമിഴും ചേർന്നതാണ് കേരള ഭാഷ എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ഇപ്പോൾ കേരള കൗമുദിയിൽ പറയുന്നത്, കാരണം സംസ്കൃതത്തിൻ്റെ ഒരു സ്വാധീനം മലയാളത്തിലുണ്ടല്ലോ, അതുപോലെ തന്നെ തമിഴും കൂടി ചേർന്നിട്ടാണ് മലയാള ഭാഷ. അങ്ങനെയുള്ള ഒരു മലയാള ഭാഷ എൻ്റെ മനസ്സിൽ വിഹരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കോവുണ്ണി നെടുങ്ങാടി പറഞ്ഞു വെക്കുന്നത്. അതായത് സംസ്കൃതത്തിന് ഒരു പിതൃഭാവവും ദ്രാവിഡ ഭാഷയ്ക്ക് ഒരു മാതൃഭാവവുമാണ് അദ്ദേഹം അതിൽ കൊടുക്കുന്നത്. അപ്പം കേരള ഭാഷയുടെ അമ്മ ദ്രാവിഡ ഭാഷയും അച്ഛൻ സംസ്കൃതവുമാണെന്നാണ് കോവുണ്ണി നെടുങ്ങാടി പറയുന്നത്. കാരണം സംസ്കൃത ദ്രമിള സമ്മിശ്രം എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം മലയാള ഭാഷയെ കണക്കാക്കുന്നത്. ഒരു മണിപ്രവാളമായിരിക്കുന്ന മലയാള ഭാഷ എന്ന നിലയിലാണ് അദ്ദേഹം മലയാളത്തെ കാണുന്നത്. അപ്പോൾ കേരള ഭാഷ എന്ന പ്രയോഗം കൊണ്ട് കോവുണ്ണി നെടുങ്ങാടി അർത്ഥമാക്കുന്നത് മണിപ്രവാളത്തെയാണെന്ന് നമുക്ക് ചുരുക്കത്തിൽ മനസ്സിലാകും. അപ്പോൾ ഒരു സംസ്കൃതജന്യവാദമാണെന്ന് കോവുണ്ണി നെടുങ്ങാടിയും പറയുന്നില്ല. ഇനി മൂന്നാമത് നമ്മൾ പറയുന്ന ആളാണ് വടക്കുംകൂർ രാജരാജവർമ്മ. വടക്കുംകൂർ രാജരാജവർമ്മയുടെ അഭിപ്രായം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹമാണ് സംസ്കൃതത്തിൽ നിന്നാണ് മലയാള ഭാഷ ഉത്ഭവിച്ചത് എന്ന് പറയുന്നത്. അത് തെളിയിക്കുന്നതിന് ഒരു തെളിവുകളും അദ്ദേഹത്തിന് നിർത്താനില്ല. കാൽഡ്വെലും AR രാജരാജവർമ്മയും ആറ്റൂർ കൃഷ്ണപിഷാരുടെയും ഗോദവർമ്മയും ഒക്കെ സംസ്കൃതവും ഭാഷയും ഭിന്ന ഗോത്രത്തിൽപ്പെട്ടവരാണ്. അതുപോലെ ഭിന്ന കക്ഷികളിൽ ഉൾപ്പെട്ട ഭാഷകളാണ്. വൈകൃത കക്ഷിയ, സംശ്ലിഷ്ട കക്ഷിയ എന്നുള്ള കക്ഷിയാ വിഭജനം പറയുകയും അതിൽ വ്യത്യസ്ത കക്ഷികളിൽ ഉൾപ്പെട്ട ഭാഷകളാണെന്നൊക്കെ തെളിയിച്ചിട്ടുണ്ട് താനും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ വടക്കുംകൂർ രാജരാജവർമ്മയുടെ സംസ്കൃതജന്യവാദം അതിൽ തന്നെ അസാധുവാണ്, അല്ലെങ്കിൽ നിലനിൽപ്പില്ലാത്തതാണെന്ന് നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തെ അഭിപ്രായം എന്ന് വെച്ചാൽ മൂലദ്രാവിഡ ഭാഷയിലെ സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്നുള്ള അഭിപ്രായമാണ്. ഈ വാദം അവതരിപ്പിച്ചത് തന്നെ ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. അതിനെ കൂടിച്ചേർത്ത്, അതായത് ഈ അഭിപ്രായത്തെ പിന്താങ്ങിക്കൊണ്ട് R നാരായണ പണിക്കരും ഡോക്ടർ K ഗോദവർമ്മയും ഡോക്ടർ KM ജോർജും ഒക്കെ ഈ അഭിപ്രായത്തെ പിന്താങ്ങുന്നവരാണ്. ഇതും മൂലദ്രാവിഡ ഭാഷയിലെ ഒരു സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്നുള്ളൊരു അഭിപ്രായമാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. അതായത് ഇവർ പറയുന്നത് തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, തുളു തുടങ്ങിയിട്ടുള്ള ദ്രാവിഡ ഭാഷകളെല്ലാം സ്വതന്ത്രമായിട്ട് വേർപിരിയുന്നതിന് മുൻപ് തന്നെ ദ്രാവിഡ ഭാഷ സംസാരിച്ചിരുന്ന പ്രദേശത്തുണ്ടായിരുന്നുള്ള ഒരു ഭാഷ, അതാണ് മൂലദ്രാവിഡ ഭാഷ എന്ന് പറയുന്നത്. ആ മൂലദ്രാവിഡ ഭാഷയ്ക്ക് ഇവർ കൊടുക്കുന്നത് തമിഴ് എന്ന പേരാണ്. തമിഴ് എന്ന പേരാണ് കൊടുക്കുന്നത്. അത് ആ ഭാഷയായിരുന്നു എന്ന് ആറ്റൂർ പറയുന്നുണ്ട്. തമിഴ്, ദമിള, ദ്രമിള, ദ്രമിഡ, ദ്രാവിഡ, ഈ ഒരു വിഭജനം മുൻപത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ദ്രാവിഡ ശബ്ദമാണ് അല്ലെങ്കിൽ ദ്രമിഡ ശബ്ദമാണ് തമിഴ് ആയിട്ട് മാറിയതെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭാഷയിൽ നിന്ന് നേരിട്ട് പരിണമിച്ചു വന്ന ഒരു ഭാഷയാണ് മലയാളം എന്നുള്ളൊരു അഭിപ്രായമാണ് ഇവർക്കുള്ളത്. ദ്രാവിഡ ശബ്ദത്തിനെ ഉള്ളൂര് വിഭജിച്ചത് എങ്ങനെയാണ് ദ്രാവിഡ ശബ്ദം തമിഴായി മാറുന്നതെന്നുള്ളതും നമ്മൾ പറഞ്ഞിരുന്നു മുൻപത്തെ ക്ലാസ്സിൽ. അപ്പം ഒരുപാട് മൂലഭാഷയിൽ നിന്ന് പല ദേശഭേദങ്ങളായിട്ട് വേർതിരിഞ്ഞു പോയ മറ്റു ഭാഷകളെ പോലെ തന്നെ ഒരു ദേശഭേദമായിട്ട് വന്നതാണ് മലയാളവും എന്നുള്ള അഭിപ്രായമാണ് ഇവർക്കുള്ളത്. അപ്പോൾ അതിന് കാരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്, ആറ്റൂർ കൃഷ്ണപിഷാരടി.
കാരണം ഈ പല മലകൾ കൊണ്ടും മരുഭൂമികളും ഒക്കെ ആയിട്ട് ഈ പ്രദേശങ്ങളെല്ലാം ഒന്ന് പരസ്പരം ബന്ധപ്പെടാതെ വേറിട്ട് കിടന്നിരുന്നു. മാത്രമല്ല ഓരോ പ്രദേശത്തും ഓരോ ജനവിഭാഗങ്ങൾ കൂട്ടം കൂടി സ്ഥിരമായി താമസിച്ചു പോന്നു. അതുകൊണ്ട് തന്നെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഇവർ മാറി താമസിച്ചു. ഓരോ പ്രദേശത്തും വേറെ വേറെ രാജാക്കന്മാരായിരുന്നു. മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ അതുകൊണ്ട് തന്നെ മറ്റു ഭാഷകളുടെ സംസർഗം ഉണ്ടായിരുന്നത് കുറഞ്ഞു വന്നു. അപ്പോൾ ആ പ്രദേശങ്ങളിൽ അവിടുത്തെ ഒരു സംസ്കാരത്തിന് അനുയോജ്യമായ ഭാഷ മാറി മാറി വരാനിടയായി. അതൊരൊന്നാമത്തെ കാരണം. മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ സംസ്കൃതം തുടങ്ങിയിട്ടുള്ള മറ്റ് ഭാഷകളൊക്കെ കയറി കൂടാനിടയായിട്ടുണ്ട്. കാരണം ഈ ദ്രാവിഡരായിട്ടുള്ളവർ ഓരോ പ്രദേശങ്ങളിൽ സ്ഥിരവാസം ഉറപ്പിച്ചപ്പോൾ അവർ മറ്റ് പ്രദേശങ്ങളിലുള്ള ജനങ്ങളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷെ സംസ്കൃതം സംസാരിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പ്രദേശങ്ങളിലൊക്കെ കുടിയേറി എല്ലാ പ്രദേശങ്ങളിലും അവരുടേതായ ഒരു സ്ഥാനം ഉറപ്പിച്ചു. അപ്പോൾ ആ ഒരു ഇടപെടലുകളിൽ നിന്നുകൂടി, അതായത് ഈ സംസ്കൃതത്തിന്റെ ഇടപെടലുകൾ ഓരോ ഭാഷയിലും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് ഓരോ പ്രദേശത്തും സംസർഗമുണ്ടാകുന്ന ഭാഷകൾ ചിലപ്പോൾ വിഭിന്നങ്ങളായിരിക്കും, ചിലപ്പോൾ ഒരേ ഭാഷ തന്നെയായിരിക്കും. അപ്പോൾ സംസർഗം ഉണ്ടാകുന്ന ഭാഷകളുടെ വ്യത്യാസം അനുസരിച്ചും, ഇനിയിപ്പോൾ ഒരേ ഭാഷയാണ്, തമിഴാണെന്ന് പറഞ്ഞല്ലോ, ഒരേ ഭാഷയാണെങ്കിൽ ആ ഭാഷ അവിടുത്തെ ആ പ്രാദേശികമായ വ്യത്യാസങ്ങളിൽ എത്രമാത്രം അതിനോട് കൂടിച്ചേരുന്നു എന്നതിനനുസരിച്ചും പുതിയ ഭാഷ രൂപപ്പെട്ടു വരുന്നതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഒരു പുതിയ ഭാഷ മലയാളം മറ്റ് തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നും തുളുവിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട് വരുന്നതിന് കാരണങ്ങളായിട്ട് ഇദ്ദേഹം പറയുന്നത്. പിന്നെ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം അനുനാസികാദി പ്രസരം മുതൽ തുടങ്ങിയ 6 നയങ്ങളെക്കുറിച്ച് കേരളപാണിനി പറയുന്നുണ്ട്. അപ്പോൾ ആ നയങ്ങളെക്കുറിച്ച് ആ നയങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പുരുഷപ്രത്യയം ചേർന്നിട്ടുള്ളതും ചേരാത്തതുമായിട്ടുള്ള രൂപങ്ങൾ മൂലദ്രാവിഡ ഭാഷയിലുണ്ടായിരുന്നു. മൂലദ്രാവിഡ ഭാഷയിലും അങ്ങനെയുള്ള രൂപങ്ങൾ ഉണ്ടായിരുന്നു. മലയാളത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ആദ്യകാല മലയാള ഭാഷയിൽ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ വരെ വന്നാൾ, നിന്നാൾ, മന്ദാൻ എന്ന് പറയുന്ന ഭാഷാ പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം മലയാളം പുരുഷപ്രത്യയം ചേരാത്ത പദങ്ങളെ പിൽക്കാലത്ത് സ്വീകരിച്ചു. പുരുഷപ്രത്യയം ചേരാത്ത രീതിയിലുള്ള പദങ്ങളെ സ്വീകരിച്ചു. അതിന് പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ മലയാളം സ്വീകരിച്ചത് അതാണെന്ന് മാത്രം. കാലക്രമത്തിൽ പുരുഷപ്രത്യയങ്ങൾ ഇങ്ങനെ കുറേശ്ശെയായിട്ട് കൊഴിഞ്ഞു വന്നു പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മൂലദ്രാവിഡത്തിൽ നിന്ന് നേരിട്ട് പിരിഞ്ഞ ശാഖയാണ് ഈ മലയാള ഭാഷ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ആറ്റൂര് നിരത്തുന്ന വാദങ്ങളാണ് ഇതെല്ലാം. പക്ഷെ പുരുഷപ്രത്യയം ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പ്രയോഗങ്ങൾ മലയാളത്തിലുണ്ട്, കുറെ കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും കേൾക്കിൻ, കേൾപ്പിൻ, വരുവിൻ തുടങ്ങിയ പദങ്ങളൊക്കെ മലയാളത്തിലുണ്ട്. അപ്പം ഇങ്ങനെ പുരുഷ ഭേദത്തോടെയുള്ള പ്രയോഗങ്ങൾ പാട്ടുസാഹിത്യത്തിലും മണിപ്രവാളകൃതിയിലും ശാസനങ്ങളിലും നമ്പ്യാൻ തമിഴിലും മിഷണറിമാരുടെ ഗദ്യങ്ങളിലും എല്ലാം ഉണ്ട്. അപ്പം മലയാളം മൂലദ്രാവിഡ ഭാഷയാണെന്ന് മൂലദ്രാവിഡ ഭാഷയുടെ ഒരു സ്വതന്ത്ര ശാഖയാണെന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ്. അടുത്തതാണ് തമിഴ് ജന്യവാദം എന്ന് പറയുന്നത്. തമിഴ് ജന്യവാദത്തിൽ പറയുന്നത് മലയാള ഭാഷ തമിഴിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണെന്നാണ് അഭിപ്രായപ്പെടുന്നത്. അല്ലെങ്കിൽ മലയാള ഭാഷ തമിഴിൻ്റെ ഉപഭാഷയാണ് എന്നുള്ളൊരു അഭിപ്രായമൊക്കെയാണ്. തമിഴിൽ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ളൊരു അഭിപ്രായമാണ്. അതായത് കേരള പ്രദേശത്തുണ്ടായിരുന്ന ഒരു കൊടുന്തമിഴ് മലയാളമായിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന വ്യവഹാര ഭാഷയായിട്ടുള്ള കൊടുന്തമിഴ് മലയാളമായി പരിണമിച്ചു. ഇതാണ് ഇവർ പറയുന്നത്. അതായത് തമിഴിൻ്റെ ഒരു ഉപഭാഷയാണ് മലയാളം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഇങ്ങനൊരു വാദം ഉന്നയിച്ചത് റോബർട്ട് കാൾഡ്വെൽ ആണ്. തമിഴിൻ്റെ ഉപഭാഷയാണ് മലയാളം എന്ന വാദം ആദ്യം അവതരിപ്പിക്കുന്നത് റോബർട്ട് കാൾഡ്വെൽ ആണ്. കാരണം തമിഴിൻ്റെ അതിപ്രാചീനമായിട്ടുള്ളൊരു ശാഖയാണ് മലയാളം എന്നാണ് അദ്ദേഹം പറയുന്നത്.
ഒരു ഉപഭാഷയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഉൽപ്പത്തിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മലയാളത്തിനെ തമിഴിൻ്റെ പുത്രി എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. അതിന് കുറേ കാരണങ്ങളും അദ്ദേഹം ഒന്ന് രണ്ട് കാരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ തമിഴ് കുടിയേറ്റമാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ബ്രാഹ്മണവൽക്കരണമാണ്. തമിഴ് കുടിയേറ്റവും ബ്രാഹ്മണവൽക്കരണവുമാണ് അതിനുള്ള കാരണമായിട്ട് പറയുന്നത്. ഈ തമിഴ് കുടിയേറ്റം എന്ന് വെച്ചാൽ പാശ്ചാത്യര് ഈ വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടേക്ക് കുടിയേറി, അതായത് കേരളത്തിലേക്ക് കുടിയേറി താമസിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവരിവിടെ പാശ്ചാത്യര് കേരളത്തിൽ, അതായത് ഇവിടെ തന്നെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കേരളത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശത്ത്, പടിഞ്ഞാറൻ തീരത്ത് വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചപ്പോൾ കേരളത്തിൽ ഈ വ്യാവസായികമായിട്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്ന് കുറേ പേര് കേരളത്തിലേക്ക് കുടിയേറി പാർത്തിരുന്നു. അവർ പ്രധാനമായിട്ടും ഈ തിരുവനന്തപുരം ജില്ലയുടെ പരിസര പ്രദേശങ്ങളിലാണ് ഇവർ താമസിച്ചിരുന്നത്. അപ്പോൾ മലയാളമാണെങ്കിൽ ഈ പ്രദേശത്ത് കൂടുതൽ ആയിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ തമിഴിൻ്റെ ഒരു സ്വാധീനം ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ തമിഴിൽ നിന്നാണ് മലയാളം രൂപപ്പെട്ടു വന്നത്. മറ്റൊരു കാരണം പറയുന്നത് ആര്യബ്രാഹ്മണര് കേരളത്തിലേക്ക് വന്നിരുന്നു. അവരേറ്റവും കുറവ് ആര്യബ്രാഹ്മണര് പോയത് തമിഴ്നാട്ടിലാണ്, ഏറ്റവും കൂടുതൽ വന്നത് കേരളത്തിലുമാണ്. അപ്പം അവരുടെ സംസ്കൃതവും ഇവിടുത്തെ തമിഴുമായിട്ട് കൂടി കലർന്നിട്ട്, അവിടെ അന്ന് വാണിജ്യാവശ്യങ്ങൾക്കായിട്ട് തമിഴർ കുറേ കേരളത്തിലേക്ക് വന്നല്ലോ. അപ്പം ഇവരുടെ തമിഴുമായിട്ട് കൂടി കലർന്ന് വേറൊരു ഭാഷ രൂപപ്പെട്ടു. ആ ഭാഷയാണ് മലയാളം എന്നാണ് മറ്റൊരു അഭിപ്രായം. അപ്പോൾ ഈ രണ്ട് സവിശേഷതകളും വളർന്നിട്ടാണ് മലയാളം രൂപപ്പെട്ടത്. അപ്പൊ മലയാളം അങ്ങനെ രൂപപ്പെട്ടു വരുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ അതേ കാലഘട്ടത്തിൽ തന്നെ അപ്പുറത്ത് തമിഴും ഉണ്ടായിരുന്നു. അപ്പൊ അക്കാലത്തുള്ള മൂലദ്രാവിഡ ഭാഷയിൽ നിന്ന് മൂലദ്രാവിഡ ഭാഷയായിട്ടുള്ള ഈ തമിഴ്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന മൂലദ്രാവിഡ ഭാഷയല്ല, അന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ സംസാരിച്ചിരുന്ന തമിഴ്, ആ തമിഴ് തമിഴ്നാട്ടിൽ സംസാരിക്കുന്ന തമിഴ് തന്നെയാണ്. ആ തമിഴിൽ നിന്ന് എന്തുണ്ടായി? മലയാളം ഈ പ്രത്യേകിച്ചും ബ്രാഹ്മണവൽക്കരണത്തിന്റെ ഫലമായിട്ട് പാശ്ചാത്യരുടെ ഇടപെടലുകളും വഴിയായിട്ട് മലയാളം വേർതിരിഞ്ഞു പോകും, വേറിട്ട് പോകും. അതുകൊണ്ടാണ് ഇന്നത്തെ തമിഴിന്റെ സഹോദരിയാണ് മലയാളം എന്ന് പറയുന്നതിന് കാരണം. ഇന്നത്തെ തമിഴിന്റെ സഹോദരിയാണ് മലയാളം എന്ന് പറയുന്നതിന് കാരണം ആ തമിഴിന്റെ ഉപഭാഷയാണ്. ആദ്യകാലത്ത് നിലനിന്നിരുന്ന ആ തമിഴുണ്ടല്ലോ, അതായത് മലയാളം തമിഴിന്റെ ഉപഭാഷയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ അന്ന് നിലനിന്നിരുന്ന ആ തമിഴിൽ നിന്നാണ്, ആ തമിഴിന്റെ തുടർച്ചയാണ് തമിഴ്നാട്ടിലെ തമിഴ്, ഇന്ന് നിലനിൽക്കുന്ന തമിഴ്നാട്ടിലെ തമിഴ്. പക്ഷെ മലയാളത്തിന് കുറേയേറെ മാറ്റങ്ങൾ, ആ തമിഴിൽ നിന്ന് കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണ് തമിഴിന്റെ ഉപഭാഷ എന്നുള്ള ഒരവസ്ഥയിൽ നിന്നും സഹോദര ഭാഷ എന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ സഹോദരിയാണ്, മലയാളം തമിഴിന്റെ സഹോദരിയാണ് എന്നൊരവസ്ഥയിലേക്ക് കാൾഡ്വെല് മലയാളത്തെ കൊണ്ടുവന്നെത്തിക്കുന്നത്. കാൾഡ്വെലിന്റെ അഭിപ്രായം അങ്ങനെയാണ്. കിഴക്ക് എന്ന് വെച്ചാൽ താഴേന്നും മേക്ക് എന്ന് വെച്ചാൽ മേലെ എന്നുള്ള തമിഴ് പദങ്ങൾ അതുകൊണ്ടാണ് രൂപപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തമിഴില് കിഴക്ക് എന്ന് പറയുന്നത് ഉദിക്കുന്ന ദിക്കും പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്ന ദിക്കുമാണല്ലോ. മലയാളത്തിൽ ഇതേ അർത്ഥത്തിലാണ് കിഴക്ക് എന്ന പദം പ്രയോഗിക്കുന്നത്. പക്ഷെ മലയാളം തമിഴിന്റെ പുത്രിയാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം. മലയാളം തമിഴിന്റെ പുത്രിയാണ്. കാരണം ആ തമിഴിന്റെ തുടർച്ചയാണ് ഇന്ന് തമിഴ്നാട്ടിൽ നിലനിൽക്കുന്ന തമിഴ്, ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ. ആ തമിഴിൽ നിന്നാണ് എന്ത് രൂപപ്പെട്ടു വന്നത്? മലയാളം രൂപപ്പെട്ടു വന്നത്. അതുകൊണ്ടാണ് കാൾഡ്വെല് തമിഴിന്റെ പുത്രിയാണെന്ന് പറയുന്നത്. പക്ഷെ ഉപഭാഷയാണെന്ന് ഉള്ള അർത്ഥത്തിലൊക്കെ പറയുന്നത്. പക്ഷെ തമിഴിന്റെ സഹോദരിയാണ്, സഹോദര ഭാഷയാണ് മലയാളം എന്നുള്ള
അഭിപ്രായവും ഇദ്ദേഹത്തിന് ഉണ്ട് താനും. ഇനി ഒരു കൊടുന്തമിഴ് ആണ് എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഇതിന്റെ ഭാഗമായിട്ട്, കൊടുന്തമിഴിൽ നിന്നാണ് രൂപപ്പെട്ടത്, കൊടുന്തമിഴ് ജന്യവാദം കൊടുന്തമിഴിൽ നിന്നാണ് രൂപപ്പെട്ടത് എന്നുള്ള അഭിപ്രായമുണ്ട്. ഇപ്പൊ നമ്മുടെ രാജരാജവർമ്മയൊക്കെ അഭിപ്രായക്കാരനാണ്. അതായത് അന്ന് കേരള പ്രദേശത്തുണ്ടായിരുന്ന വ്യവഹാര ഭാഷയായിട്ടുള്ള കൊടുന്തമിഴ് ഉണ്ടല്ലോ, ആ കൊടുന്തമിഴാണ് മലയാളമായി പരിണമിച്ചതെന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. അതായത് ഗ്രന്ഥഭാഷയെ, തമിഴിലെ ഗ്രന്ഥഭാഷയെ ചെന്തമിഴെന്നും നാടോടി ഭാഷയെ കൊടുന്തമിഴ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ തമിഴ്നാട് 12 നാടുകളായിട്ട്, തമിഴ് പ്രദേശം 12 നാടുകളായിട്ട് വേർതിരിച്ചു പറഞ്ഞിരുന്നു. തെൻ, പാണ്ടി, കുട്ടം, കുടം, വേൺപുഴി എന്നീ 5 നാടുകൾ അത് കേരളത്തിലായിരുന്നു. ഈ 12-ൽ 5 നാടുകൾ കേരളത്തിലായിരുന്നു. ഈ 5 നാടുകളിലാണ് ആ തമിഴ് മലയാളമായിട്ട് പരിണമിച്ചത്. ഇത് കേരളപാണിനി രാജരാജവർമ്മ പറയുന്നതാണ് കേട്ടോ. അദ്ദേഹം അതിന് ഭാഷാപരമായിട്ടും സാഹചര്യപരമായിട്ടുള്ള തെളിവുകൾ അദ്ദേഹം പറയുന്നുണ്ട്. ആ അനുനാസികാദിപ്രസരവും താലവ്യാദേശം, സ്വരസംവരണം, പുരുഷഭേദ നിരാസം, ഖിലോപസംഗ്രഹം, അംഗഭംഗം തുടങ്ങിയ 6 നയങ്ങള് അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ഭൂമിശാസ്ത്രപരമായിട്ട് ഈ പ്രദേശത്തിന്റെ കിടപ്പ്, ഒരു ഭാഗം മുഴുവൻ മലയാണ്, മറുഭാഗം മുഴുവതും കടലുമാണ്. അപ്പൊ ആ മലയും അത് ഈ കേരളത്തെ ഒറ്റപ്പെട്ട് കിടക്കുന്നതിന് ഇത് കാരണമായി എന്നുള്ളതാണ്. രണ്ടാമത്, ഇവിടെ ഉണ്ടായിരുന്നവരുടെ തനതായിട്ടുള്ള ഭക്ഷണ രീതി, വസ്ത്രരീതി തുടങ്ങിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ, അവരുടെ ആചാരങ്ങള്, വിശ്വാസങ്ങള് തുടങ്ങിയവയെല്ലാം മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്പൂതിരിമാര് വന്നത്, ആര്യ ദ്രാവിഡ സങ്കരം ഉണ്ടാകുന്നത്, അതിന്റെ ഫലമായിട്ട് അക്കാലത്ത് നിലനിന്നിരുന്ന തമിഴ് മലയാളമായിട്ട് മാറിയത്. അവിടെ നിലനിന്നിരുന്ന തമിഴ് ഈ ആര്യ സങ്കരം നിമിത്തം മലയാളമായിട്ട് മാറിയത്. നമുക്കറിയാം, അനുനാസികാദി പ്രസരം എന്ന് പറയുന്നത് അനുനാസിക ശബ്ദം തൊട്ടടുത്ത് നിൽക്കുന്ന ഖരത്തെ കൂടി അനുനാസികമാക്കി മാറ്റുന്നു. ഗ്രാമർ പഠിച്ചപ്പോൾ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. താലവ്യം, അതായത് കണ്ഡ്യമായിരുന്ന കകാരം തുടങ്ങിയവ താലവ്യമായിട്ട് മാറുന്നു. നിനന്തു, അതായത് നിനതു, നിനന്തു, നിനച്ചു എന്ന് മാറുന്നത് പോലെ, അതായത് കണ്ഡ്യം മാത്രമല്ല മറ്റുള്ളവ താലവ്യമായിട്ട് മാറുന്നു എന്നുള്ളത്. അതായത് മറ്റ് വർണ്ണങ്ങളും ഏത് വർണ്ണമാണെങ്കിലും താലവ്യ ശബ്ദമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് താലവ്യാദേശം. സ്വരസംവരണം, അത് നമ്മൾ പറഞ്ഞൂല, ഐകാരം ചേർന്ന രൂപങ്ങള് തന്തൈ, തന്ത എന്നാകുന്നത്. ഐകാരം ചേർന്ന് വന്ന രൂപങ്ങള് ഏകാരമായിട്ട് നിലനിൽക്കുന്നത്. പിന്നെ പുരുഷഭേദ നിരാസം നമ്മൾ പറഞ്ഞു, പുരുഷ പ്രത്യയങ്ങള് നഷ്ടപ്പെട്ടു നിൽക്കുന്നത്. ഖിലോപ സംഗ്രഹം എന്ന് പറയുന്നു. ഖിലം എന്ന് വെച്ചാൽ ലുപ്തം എന്നാണ്. അതായത് ഒരു കാലത്ത് ഭാഷയില്, അതായത് പൂർവ്വദ്രാവിഡത്തിൽ ഇല്ലാതിരുന്നത്, പൂർവ്വദ്രാവിഡ ഭാഷയില് ഇല്ലാതിരുന്നത് മലയാളത്തിലേക്ക് വരുന്നതാണ് ഖിലോപ സംഗ്രഹം. അംഗഭംഗം എന്ന് വെച്ചാൽ മൂലദ്രാവിഡ ഭാഷയിൽ, അതായത് കൊടുന്തമിഴിൽ ഉണ്ടായിരുന്നത് മലയാളത്തിലേക്ക് വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത്, അത് അംഗഭംഗം. ഇങ്ങനെ 6 നയങ്ങള് കേരളപാണിനി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിന് കാരണമൊക്കെ ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കേരളത്തിന്റെ കിടപ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തതാണ് ഭാഷാ സംക്രമണവാദം. അത് പ്രൊഫസർ CL ആന്റണിയാണ് ഈ വാദം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഇവിടെ കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന ഭാഷയൊക്കെ സാധാരണക്കാരുടെ ഭാഷയാണല്ലോ, അത് അവരുടെ വ്യവഹാര ഭാഷയാണ്. ഈ ഭാഷ അക്കാലത്തുള്ള രാജഭാഷ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ അക്കാലത്തെ അധികാര ഭാഷ എന്ന് വിളിക്കുന്ന ചെന്തമിഴിലേക്ക് കടന്നു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചെന്തമിഴില് കുറച്ചു മാറ്റം വന്നു.
ആ മാറ്റം വന്ന് ഇവിടുത്തെ സംസാര ഭാഷയും ചെന്തമിഴും കൂടി മാറി ചേർന്നപ്പോൾ മാറി വന്നിട്ടുള്ള ഒരു ശുദ്ധമായ ഭാഷയാണ് മലയാളം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെയാണ് ഭാഷാ സംക്രമണവാദം എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ഭാഷ, ഇവിടെ നിലനിന്നിരുന്ന ഭാഷ രാജഭാഷയായിട്ടുള്ള ചെന്തമിഴിലേക്ക് സംക്രമിച്ചു എന്നാണ് പറയുന്നത്. ഭാഷാ സംക്രമണം അതാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ ഫലമായിട്ട് രൂപപ്പെട്ട ഭാഷയാണ് നമ്മൾ ഇന്നത്തെ മലയാള ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയുള്ള പ്രാചീന ഭാഷ രാജഭാഷയിലേക്ക് സംക്രമിച്ചതിന്റെ ഫലമായിട്ട് രൂപപ്പെട്ടു വന്നതാണ് ഇന്നത്തെ മലയാളം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ഭാഷാ സംക്രമണ വാദം എന്ന് പറയുന്നത്. ഇങ്ങനൊരു വാദം സീൽ ആന്റണി അവതരിപ്പിക്കുന്നതിന് കാരണം ഫ്രഞ്ച് ഭാഷാശാസ്ത്രജ്ഞനായ വേന്ദ്രയാണെന്ന് പറയുന്നു. പിന്നെ ഉള്ളൂരും ഇങ്ങനൊരു അഭിപ്രായം പറയുന്നുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ശാസന ഭാഷയിലൊന്നും അക്കാലത്ത് കാണുന്ന നമ്മുടെ ഇവിടുത്തെ ഭാഷ മാത്രമല്ല, ചെന്തമിഴും കൂടി ചേർന്നിട്ടുള്ള ഒരു ഭാഷയാണ് ഇതിൽ കാണുന്നതെന്ന് ഉള്ളൂർ അഭിപ്രായപ്പെടുന്നുണ്ട്. അക്കാലത്തെ തമിഴും ആ കാലഘട്ടത്തിലുള്ള മലയാള ഭാഷ, കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന വാമൊഴി ഭാഷയും കൂടി ചേർന്ന ഭാഷയാണ് ശാസനങ്ങളിലുള്ളത് എന്നുള്ള അഭിപ്രായം ഉള്ളൂരിനുണ്ടല്ലോ. അപ്പോ നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ക്രിസ്തുവർഷ ആരംഭത്തിലൊക്കെ തന്നെ ഇവിടേക്ക് നമ്പൂതിരിമാര് വരാൻ തുടങ്ങിയപ്പോൾ തന്നെ സംസ്കൃതത്തിന്റെ, അതിനു മുൻപേ ഇവിടെ തമിഴായിരുന്നു, നമ്പൂതിരിമാർ ഇവിടേക്ക് വരാൻ തുടങ്ങിയപ്പോൾ തന്നെ സംസ്കൃതത്തിന്റെ സ്വാധീനം മലയാളത്തിനുണ്ടായി. കാലക്രമത്തില് ഇവിടെയുള്ള തമിഴും പുറത്തുനിന്ന് വന്ന മറ്റു ഭാഷകളുടെയൊക്കെ സ്വാധീന ഫലമായിട്ടാണ് ഇവിടുത്തെ മലയാള ഭാഷ രൂപപ്രാപിച്ചു വന്നത് എന്നുള്ളത് ഈ വാദങ്ങളിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തുന്നുണ്ട്. പിന്നെ മറ്റു പലതരത്തിലുള്ള ആക്രമണങ്ങളും, ആര്യന്മാരും ഇവിടെയുള്ള ജനങ്ങളും തമ്മിലുള്ള ആക്രമണങ്ങള്, പിന്നെ മറ്റു ശക്തികളുടെ ആക്രമണങ്ങളെല്ലാം ഇവിടെയുള്ള സംസ്കാരത്തെയും ഭാഷയെയും ഒക്കെ നിർണയിക്കുന്നതിന് പ്രധാന ഘടകമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതും ശ്രദ്ധിക്കേണ്ടുന്ന വസ്തുതയാണ്. ഇനി ഭാഷാ സംക്രമണവാദം ഒരു ഭാഷോത്പത്തിവാദം അല്ലെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പറഞ്ഞ പോലെ നമുക്ക് എഴുത്തച്ഛനെടുത്ത ഭാഷ ക്രമകണക്കേ ശരണം എന്നാണ് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പറഞ്ഞത്. ആ കാലഘട്ടത്തിലെ ഭാഷ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എഴുത്തച്ഛന്റെ കാലഘട്ടത്തിന് മുമ്പേ തന്നെ ഭാഷ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പ്രാചീന കൃതികളായിട്ടുള്ള അംബരീഷോപാഖ്യാനം, ബ്രഹ്മാണ്ഡ പുരാണം, ദൂതവാക്യം തുടങ്ങിയിട്ടുള്ള കൃതികളൊക്കെ നോക്കുമ്പോൾ അതിലുള്ള ഭാഷയിൽ തന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ തമിഴിൽ നിന്ന് ഭിന്നമായിട്ടുള്ളൊരു ഭാഷയാണിതെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തമിഴ്, ചെന്തമിഴോ അതോ കരിന്തമിഴോ സംസ്കൃതമോ ഒക്കെ കൂടി കലർന്നിട്ട് അത്രയും കാലത്തെ ഭരണപരമായിട്ടും സാംസ്കാരികവുമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് രൂപപ്പെട്ടു വന്ന ഒരു ഭാഷയാണ് നമ്മുടെ മലയാള ഭാഷ എന്നുള്ള നിഗമനത്തിലാണ് നമുക്ക് എത്താൻ പറ്റുന്നത്. മറ്റൊരു ഭാഷാവാദം എന്ന് പറയുന്നത് മിശ്ര ഭാഷാവാദമാണ്. മിശ്ര ഭാഷാവാദം അതായത് സംസ്കൃതവും തമിഴും ചേർന്ന ഒരു മിശ്ര ഭാഷയിൽ നിന്നാണ് മലയാളം ഉത്ഭവിച്ചതെന്നുള്ള വാദമുണ്ട്. കോവുണ്ണി നെടുങ്ങാടിയാണ് ഇത് പറഞ്ഞതെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞുവല്ലോ. നമുക്ക് സംസ്കൃത ജന്യവാദമല്ല കോവുണ്ണി നെടുങ്ങാടി അവതരിപ്പിച്ചത്, സംസ്കൃതം പിതാവും ദ്രാവിഡ ഭാഷ മാതാവുമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കോവുണ്ണി നെടുങ്ങാടിയുടെ അഭിപ്രായത്തില് അദ്ദേഹം വ്യാഖ്യാനം കൊടുക്കുമ്പോൾ തമിഴ്, തെലുങ്ക്, കന്നഡം, തുളു, മഹാരാഷ്ട്രം തുടങ്ങിയ 5 ദ്രാവിഡ ഭാഷകൾ ഉണ്ടെന്നാണ് കോവുണ്ണി നെടുങ്ങാടി പറയുന്നത്. ഈ മലയാളത്തെ ദ്രാവിഡ ഗോത്രത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയതായിട്ട് കാണുന്നുമില്ല. പക്ഷെ ആര്യ ദ്രാവിഡ സങ്കലനത്തിന്റെ ഫലമായിട്ടാണ് മലയാളം ഉണ്ടായെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആര്യ ദ്രാവിഡ വാഗ്ജാത കേരളീയോക്തി കന്യക എന്നാണ് പറയുന്നത്. ആര്യ ഭാഷയും ദ്രാവിഡ ഭാഷയും കൂടി ചേർന്നിട്ടാണ് മലയാളം ഉണ്ടായത്. ഇപ്പൊ ചുരുക്കത്തിൽ സംസ്കൃതവും തമിഴും ചേർന്നാണ് മലയാളം ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഇത്തരത്തിലുള്ള 4-5 അഭിപ്രായങ്ങളാണ് എന്തായാലും
ആര്യ ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെട്ട ഭാഷയല്ല മലയാളം എന്നുള്ളത് വളരെ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മലയാളം ദ്രാവിഡ ഭാഷാ ഗോത്രമാണ് എന്നുള്ള അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രാചീന ഭാഷാ ഗദ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രാചീന ഭാഷ ഗദ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പൂർവ്വ മാതൃകകൾ എന്ന് പറയുന്നത് ശാസനങ്ങളാണ്. പക്ഷെ ആ പൂർവ്വ മാതൃക ഏറ്റവും പ്രാചീന ശാസനങ്ങളാണെങ്കിൽ തൊട്ടടുത്ത് ഭാഷാ കൗടില്യം, കൂടിയാട്ട ഗദ്യം പോലെയുള്ളവയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാഷാ കൗടില്യത്തെക്കുറിച്ച് വിശദമായിട്ട് പറയാം. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ, അതായത് ക്രിസ്തുവിന് മുൻപ് 3-ാം നൂറ്റാണ്ടെന്നാണ് അതിൻ്റെ കാലം, അദ്ദേഹത്തിൻ്റെ കാലം പറയുന്നത്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലം. ആ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്ന കൗടില്യൻ സംസ്കൃതത്തിൽ രചിച്ച അർത്ഥശാസ്ത്രത്തിൻ്റെ വിവർത്തനവും വ്യാഖ്യാനവുമാണ് ഈ ഭാഷാ കൗടില്യം എന്ന് പറയുന്ന കൃതി. ഇതിൻ്റെ രചനാകാലം കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ കൃതി അജ്ഞാത കർത്തൃകമാണ്. ആരാണ് ഇത് രചിച്ചതെന്ന് അറിയില്ല. വീടിന് ഇല്ലം എന്നാണ് പറഞ്ഞു കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്പൂതിരിമാരിൽ ആരെങ്കിലും ആകാം ഗ്രന്ഥകാരൻ എന്ന് ചിലരെ ഊഹിക്കുന്നുണ്ട്. മരുമക്കത്തായ ക്രമത്തെ പറ്റി പരാമർശമുള്ളത് കൊണ്ട് തന്നെ ബ്രാഹ്മണരല്ലാത്തവരിൽ പെട്ട ഒരാൾ, ഒരുപക്ഷെ സാമന്ത പദവിയുള്ള നാടുവാഴികളോ മറ്റോ ആകാം എന്ന അഭിപ്രായമുണ്ട്. ഭാഷാപരമായിട്ടുള്ള സവിശേഷതകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 12-ാം ശതകത്തിന് ശേഷമാണ് ഇതിൻ്റെ രചനാകാലം എന്നാണ് നമ്മൾ കരുതേണ്ടത്. 15ഓളം അധികരണങ്ങളുള്ള കൃതി, അതായത് മൂലകൃതിയിൽ 15ഓളം അധികരണം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ വിവർത്തനത്തിൽ 7 അധികാരങ്ങളാണ് പരിഭാഷ ചെയ്തിട്ടുള്ളത്. 7 അധികരണങ്ങൾ. കേരള ഭാഷയിൽ ആദ്യത്തെ ഗദ്യകൃതി എന്ന പ്രാധാന്യമാണ് ഈ കൃതിക്കുള്ളത്. ആദ്യത്തെ ഗദ്യകൃതിയാണ് ഭാഷാ കൗടില്യം എന്ന് പറയുന്നത്. കേരള ഭാഷയിൽ ആദ്യത്തെ ഗദ്യകൃതി. മലയാള ഭാഷയുടെ രൂപവൽക്കരണത്തിൽ ഒരു പ്രധാന ഘട്ടത്തെ ഈ കൃതി പ്രതിനിധാനം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭാഷാ നിർമ്മിതിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഭാഷാ ചരിത്ര നിർമ്മിതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഭാഷാ ആസൂത്രണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാഷാ കൗടില്യത്തിൻ്റെ പഠനം എന്നുള്ളത്. അപ്പോൾ ഭാഷാ കൗടില്യത്തിനും രാമചരിതത്തിനും ഇടയിൽ വല്ലാണ്ട് നീണ്ട ഒരു കാലയളവില്ല. എന്നാലും ഈ 2 കൃതികളിലെയും ഭാഷയെ ഒരേ രീതിയിൽ നമുക്ക് സമീപിക്കാനും പറ്റില്ല. പ്രസ്ഥാന കൃതി എന്ന നിലയിലുള്ള രാമചരിതത്തിൽ, അതായത് പാട്ടുപ്രസ്ഥാനത്തിലെ കൃതിയാണല്ലോ, ആ രീതിയിൽ രാമചരിതത്തിലെ ഭാഷയിൽ ഒരു കൃത്രിമത്വമുണ്ട്. ഗദ്യകൃതി ആയതിനാൽ കാവ്യഭാഷയ്ക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു സാങ്കേതികത്വം അത് ഭാഷാ കൗടില്യത്തിൽ ഉണ്ടാവാനിടയില്ല. അത് പദ്യകൃതിക്കാണെങ്കിൽ ഒരു സാങ്കേതികതയുണ്ട്, ഗദ്യകൃതിക്ക് ആ സാങ്കേതികത ഇല്ല എന്നുള്ളതാണ്. അപ്പം ശാസ്ത്ര പ്രതിപാദനത്തിൽ കൃത്രിമത്വമോ സാങ്കേതികതയോ കലരുന്നത് സ്വാഭാവികമല്ല. സാധാരണക്കാർക്ക് വേണ്ടിയല്ല ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്, സാമാന്യം സംസ്കൃത പരിജ്ഞാനമുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പോൾ മൂലഭാഗങ്ങളിൽ പലതും സുബോധം എന്ന് പറഞ്ഞ് വിവർത്തനം ചെയ്യാതെ വിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇനി ഭാഷാ കൗടില്യത്തിലെ ഭാഷയെ വിലയിരുത്തുമ്പോൾ ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ഭാഷാ അന്തരീക്ഷം എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. പാരമ്പര്യ ഭാഷയായ ചെന്തമിഴിൻ്റെ സ്വാധീനം പൂർണ്ണമായിട്ടും പോയിട്ടില്ല, മാഞ്ഞു കഴിഞ്ഞിട്ടില്ല. അധിനിവേശ ഭാഷയായ സംസ്കൃതം പണ്ഡിത ഭാഷ എന്ന നിലയിൽ പ്രചാരം നേടിക്കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ വ്യവഹാര ഭാഷ പുതിയ സ്വഭാവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന അവസ്ഥയിലേക്ക് മാറി വന്ന ഒരു സമയം, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയം. ഈ പശ്ചാത്തലത്തിലാണ് സംസ്കൃത ഭാഷയിലെ ഒരു ശാസ്ത്രകൃതി കേരള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ വിവർത്തകന് ഭാഷ ഒരു പ്രശ്നമാകുന്നത്. അതായത് ഇത് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ, സംസ്കൃതത്തിൽ നിന്ന് അക്കാലത്തെ മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ഭാഷാപരമായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നാലും നിലവാരപ്പെട്ട സാർവത്രികമായ അംഗീകാരം നേടിക്കഴിഞ്ഞ സുഘടിതമായ സുനിശ്ചിതമായ ഒരു ഗദ്യശൈലി ഇവിടെ ഇല്ലെങ്കിലും, അതിൻ്റെ അഭാവത്തിലാണെങ്കിലും
ചില വിട്ടുവീഴ്ചകളൊക്കെ നടത്തിയിട്ടാണെങ്കിലും ഒരു സങ്കര ശൈലിയിലാണ് വിവർത്തകൻ ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അത്തരമൊരു ശൈലിയിൽ പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള അവ്യവസ്ഥകളും നിലവാരമില്ലായ്മയൊക്കെ ഈ കൃതിയിൽ ഉണ്ടെന്നുള്ളതാണ്, ഭാഷാ കൗടില്യത്തിൽ ഉണ്ടെന്നുള്ളതാണ്. ഇനി ഭാഷാ കൗടില്യത്തിലെ ഭാഷയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഭാഷാ കൗടില്യത്തിലെ ഭാഷയെക്കുറിച്ചുള്ള അഭിപ്രായ ഭേദങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് മലയാളം അല്പാൽപ്പം കടന്നു കയറിയിട്ടുള്ള ചെന്തമിഴാണ് ഇതിലെ ഭാഷ എന്നൊരു കൂട്ടർ പറയുന്നു. ശാസന ഭാഷയുടെ ക്രമികമായ വികാസമാണ് കൗടില്യ ഭാഷ എന്ന് കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്ന കൃതിയിൽ ഇളംകുളം കുഞ്ഞമ്പിള്ള സമർത്ഥിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് കെട്ടും മട്ടും മലയാളത്തിൻ്റെ തന്നെ. സംസ്കൃതത്തിൻ്റെ മൂശയിൽ ഭാഷാശൈലി വാർത്തെടുക്കാനുള്ള ശ്രമമുണ്ട് എന്ന് KN എഴുത്തച്ഛൻ ഇതിലെ ഭാഷയെക്കുറിച്ച് നിരീക്ഷിക്കുന്നത് ശ്രദ്ധേയമാണ്. മലയാള ഭാഷയുടെ പൂർവാകൃതിക്ക് ലക്ഷ്യമാണ് കൗടില്യത്തിലെ ഭാഷ. അതായത് മലയാള ഭാഷയുടെ പൂർവാവസ്ഥയുണ്ടല്ലോ, അതിൻ്റെ ഒരു ലക്ഷ്യമാണ് കൗടില്യത്തിലെ ഭാഷ എന്ന് ആരും പറയില്ല. സംസ്കൃതം, മലയാളം, തമിഴ് എന്നിവയുടെ കലർപ്പുണ്ട് ആ ഭാഷയിൽ, കൗടില്യത്തിലെ ഭാഷയിൽ. അതുകൊണ്ടാണ് അത് ആളുകൾ അങ്ങനെ പറയാത്തത്. അപ്പോൾ മലയാളവും തമിഴും അന്ന് വ്യത്യസ്ത ഭാഷകളായി നിലനിന്നിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാരൊക്കെയുണ്ടോ ഇത് മിശ്രഭാഷയാണെന്ന് പറയുന്നു. തമിഴിൽ മലയാളം കലർന്ന ഭാഷയാണെന്നൊക്കെ വാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നാൽ ഭാഷാ കൗടില്യത്തിലെ പ്രാചീന പദങ്ങൾ, പ്രയോഗങ്ങൾ, വർണ്ണവികാരങ്ങൾ, അനുനാസികാദി പ്രസരം തുടങ്ങിയിട്ടുള്ള നയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവ, അതായത് ഈ നയങ്ങൾ വരാത്ത രൂപങ്ങൾ, വ്യാകരണപരമായിട്ടുള്ള പ്രത്യേകതകൾ, വാക്യഘടന, സന്ധി എന്നിവ അക്കാലത്തെ ശാസന ഭാഷയിലെയും പ്രാചീന ഗദ്യ പദ്യകൃതികളിലെയും ഒക്കെ സമാന പദങ്ങളും രൂപങ്ങളും ഭാഷാ സവിശേഷതകളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഭാഷാ കൗടില്യത്തിലെ ഭാഷ എന്നുള്ളത് ഒറ്റപ്പെട്ട ഒന്നല്ല. തമിഴ് മലയാളമായി പരിണമിച്ചു കൊണ്ടിരുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ഭാഷയാണ് അതെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇതാണ് പൊതുവായിട്ടുള്ളൊരു അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സംസ്കൃത കൃതിയുടെ വിവർത്തനവും വ്യാഖ്യാനവും എന്ന നിലയിൽ നിരവധി സംസ്കൃത പദങ്ങളെ തൽഭവമായും തത്സമമായും ഈ കൃതിയിൽ പ്രയോഗിച്ചിട്ടുണ്ട് കൗടില്യത്തിൽ. അപ്പോൾ സാങ്കേതിക പദങ്ങൾ ഒരു ഭൂരിഭാഗവും തത്സമമായിട്ട് നൽകിയിട്ട് അവയുടെ അർത്ഥം ഭാഷയിൽ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രതിപാദ്യത്തിൻ്റെ പ്രാധാന്യം കൊണ്ടല്ല, ഭാഷാപരമായ പ്രാധാന്യത്തിൻ്റെ പേരിലാണ് ഭാഷാ കൗടില്യം ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ ഭാഷാ ചരിത്ര പിബഡിഷുകൾക്ക് ഒരു അനർഘമായ വജ്രഖനിയാണ് ഇതെന്ന് ഉള്ളൂർ അഭിപ്രായപ്പെടുന്നതിന് കാരണവും ഇത് തന്നെയാണ്. ഇനി ഇതിലെ ഭാഷാ കൗടില്യത്തിലെ ഭാഷയുടെ സാമാന്യമായ സവിശേഷതകളാണ് അടുത്ത് നമ്മൾ പറയുന്നത്. മലനാട്ട് തമിഴ് ഒരു സ്വതന്ത്ര ഭാഷയായിട്ട് മലയാളമായി പരിണമിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിലെ ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് വ്യക്തമാകുന്ന ഒരു കാര്യം, മലനാട്ട് തമിഴ് ഒരു സ്വതന്ത്ര ഭാഷയായി പരിണമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാജഭാഷയായ തമിഴിൻ്റെയും, അന്ന് രാജഭാഷയായിട്ടാണ് തമിഴിനെ കണക്കാക്കുന്നത്, അതുപോലെ പണ്ഡിത ഭാഷയായ സംസ്കൃതത്തിൻ്റെയും, നമുക്കറിയാമല്ലോ ബുദ്ധിയുള്ള ത്രൈവർണികർക്ക് അറിയാവുന്നതാണ് സംസ്കൃതം. അതിൻ്റെയൊക്കെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ട് ഇവയുടെയൊക്കെ കലർപ്പുള്ള ഒരു വർണ്ണമാലയും ഒക്കെ ഭാഷയിൽ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഭാഷാ കൗടില്യത്തിൻ്റെ രചനാകാലത്ത് മലയാളത്തിൻ്റെ അക്ഷരമാല മിക്കവാറും എന്തായിരിക്കണം? ദ്രവിഡ സംഘാതാക്ഷരമായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പ്രത്യേകതകളാണ്. മലനാട്ട് തമിഴ് സ്വതന്ത്ര ഭാഷയെ പരിണമിക്കാൻ തുടങ്ങിയിരുന്നു ആ കാലഘട്ടത്തിൽ, എങ്കിലും ദ്രവിഡ സംഘാതാക്ഷരമാല നിലനിന്നിരുന്നു എന്നുള്ളത്. ഈ രാമചരിതവും ശാസനങ്ങളൊക്കെ ഈ കാര്യം നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. ശാസനങ്ങളിൽ നിന്ന് ഭിന്നമായിട്ട് നമുക്കറിയാം അത് ഭാഷയിലുള്ളതല്ല ഈ എന്നുള്ളത്, നമ്മൾ ഇതിൽ പറയുന്ന ഋഷി എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഈ എന്ന സ്വരം ഇതിൽ സ്വതന്ത്ര രൂപത്തിൽ കാണുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. ഋതു, ഋണം എന്നൊക്കെ ഉള്ള പദങ്ങൾ ഉദാഹരണമാണ്. അങ്ങനെ നിരവധി സംസ്കൃത പദങ്ങൾ തത്സമമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ കൃതിയിൽ. അതുകൊണ്ട് തന്നെ തമിഴിലെയും സംസ്കൃതത്തിലെയും എല്ലാ അക്ഷരങ്ങളും ഈ കൃതി ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. തമിഴിലെയും സംസ്കൃതത്തിലെയും എല്ലാ അക്ഷരങ്ങളും ഈ കൃതി ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം സംസ്കൃത പദങ്ങൾ തത്സമങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ
സംസ്കൃത പദങ്ങൾ തത്സമമായി ഉപയോഗിച്ച് മലയാളത്തിലെ പദസമ്പത്തൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും മലയാളത്തിന്റെ ആശയ പ്രകാശന സാധ്യത വികസിപ്പിക്കുന്നതിനൊക്കെ ആദ്യമായിട്ടൊരു മാതൃകയായി തീർന്ന കൃതിയാണ് ഭാഷാ കൗടില്യം എന്ന് പറയാം. പാട്ടിൽ നിരണം കവികൾ വരുത്തിയ പരിഷ്കരണത്തിന് സമാനമായിട്ട് ഗദ്യഭാഷയിൽ ഒരു പരിഷ്കരണം നടത്താൻ ശ്രമിച്ച വ്യക്തിയാണ് ഭാഷാ കൗടില്യത്തിന്റെ കർത്താവ്. അപ്പൊ ശാസ്ത്ര ഭാഷയിൽ നിന്ന് മലയാള ഗദ്യത്തിന് പെട്ടെന്ന് വന്ന വികാസ പരിണാമങ്ങൾക്ക് ഒരു ഉദാഹരണമായിട്ട് നമുക്കിതിനെ കാണാവുന്നതാണ്. ഇനി ഇതിലെ പ്രാചീന പദങ്ങളും ശൈലികളൊക്കെ ധാരാളമായിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടുന്നതാണ്. അതായത് നിരവധി പ്രാചീന പദങ്ങളും ശൈലികളും ഇതിലുണ്ട്. അതിൽ മിക്കതും ഇന്ന് മലയാളത്തിൽ കാണാത്തതും തമിഴിൽ നിലനിന്ന് പോരുന്നവയാണെന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവയെല്ലാം തമിഴ് പദങ്ങളാണെന്ന് പറയുന്നത് ശരിയല്ല. അന്നത്തെ മലയാളത്തിന്റെ പദസമ്പത്തിൽ ഉൾപ്പെട്ട പദങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അങ്ങനെ വിശ്വസിക്കുകയാണ് നല്ലത്. ഇപ്പൊ പുലം, വയലിനെ പുലം എന്ന് പറയുന്നു. അലക്കുകാരനെ അയകൻ എന്ന് പറയുന്നു. സമീപസ്ഥനെ അണുക്കൻ എന്ന് പറയുന്നു. നികുതിക്ക് ഇറ എന്ന് പറയുന്നു. അലങ്കാരത്തിന് ഒപ്പനം എന്ന് പറയുന്നു. അതുപോലെ പെട്ടെന്ന് എന്നുള്ളതിന് കടുക എന്ന് പറയുന്നു. കൂടാതെ എന്നുള്ളതിന് അന്റിയെ എന്ന് പറയുന്നു. അത്ര എന്നുള്ളതിന് അത്തന എന്ന് പറയുന്നു. അതുപോലെ നൃത്തക്കാർ, കൂത്തർ, ദാസി, ചെറുമി, പിന്നെ തവണ, തുട എന്നുള്ളത്. സംഭാഷണം, പടവാർത്ത, മഞ്ഞ്, പനി, പനിമലയിൻ മീതു. തമിഴാണെന്നൊക്കെ നമുക്ക് പറയാം അതൊക്കെ. പക്ഷെ അത് അന്നത്തെ കേരള ഭാഷ അങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പറയാം. പിന്നെ ഒരുമിച്ച് കൂട്ടി എന്നുള്ളതിന് പറയുന്നത് ഒരുമ്പടുത്തു. പിന്നെ ഏറ്റക്കുറച്ചിൽ എന്നുള്ളതിന് പെരുക്ക ചുരുക്കം. കുത്തേൽക്കുക, കുത്തുണ്ണുക, പക്ഷം ചേരുക, പന്തി പിടിക്കുക. ഇങ്ങനെ ഒരുപാട് പദങ്ങളും ശൈലികളൊക്കെ ഇതിൽ ഉണ്ടെന്നുള്ളതാണ്. അകഴുക, കുഴിക്കുക, അടുക, പാകം ചെയ്യുക, ഒട്ടുക, നിശ്ചയിക്കുക, വേണ്ടുക, ആവശ്യപ്പെടുക. ഇതുപോലുള്ള ധാരാളം ഇത്തരം പദത്തിലെ ശൈലികളും അതായത് ഒക്കെ രാമചരിതം, തിരുനെൽമാല, ശാസനങ്ങൾ, പ്രാചീന കൃതികൾ എന്നിവയിലൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ ഈ പദങ്ങളെല്ലാം മലയാളത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് കരുതാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിലെ വർണ്ണവികാരങ്ങളെ കുറിച്ചാണ്. അതായത് ഇന്നത്തെ മലയാളത്തില് പ്രയോഗ സാധുതയില്ലാത്ത ചില വർണ്ണവികാരങ്ങൾ ഭാഷാ കൗടില്യത്തിൽ കാണുന്നുണ്ടെന്നുള്ളതാണ്. അവയിൽ പ്രധാനപ്പെട്ട ചിലത് പറയുകയാണെങ്കിൽ ചില്ലുകളുടെ ലോപം. അപ്പൊ പണ്ഡിതകൾ, അമാത്യകൾ, അവരൾ, ഇവരൾ തുടങ്ങിയവയൊക്കെ. രണ്ടാമത്തേത് രണ്ടിന് രണ്ട് എന്നാണ് തമിഴിലെ പോലെ തന്നെ ഇതിലും സാർവത്രികമായിട്ട് ഉപയോഗിച്ച് കാണുന്നത്. മൂന്നാമത്തെ വർണ്ണവികാരം മകാരം, അനുസ്വാരാണല്ലോ. അപ്പൊ സ്വരം ചേർന്നാൽ ഇത് തെളിയും. അപ്പൊ അനുസ്വാരത്തോട് എന്ന സമുച്ചയ നിപാതം ചേർന്നാൽ അനുസ്വാരം വകാരമായി മാറും. എന്നാൽ ഭാഷാ കൗടില്യത്തില് ഭാഷയിലെ മകാരം തെളിയുക ചെയ്യുന്നത്. മരവും എന്നല്ല മരമും, കുടവും എന്നല്ല കുടമും മകാരം തന്നെയാണ് പറയുന്നത്. അതായത് നമുക്കറിയാലോ കുടമും എന്ന് തന്നെയാണ് വരുന്നത്. മും എന്ന് തന്നെയാണ് അതിൽ വരുന്നത്. അല്ലാതെ നമ്മൾ പിന്ന് പറയുമ്പോൾ എങ്ങനെയാ കുടവും എന്നുള്ളതിന് വുമ്മാണ് നമ്മൾ പറയുക അല്ലെ. പക്ഷേ ഇതില് മും എന്ന് തന്നെയാണ് പറയുന്നത്. മകാരം തന്നെയാണ് തെളിഞ്ഞു വരുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്തത് മധ്യത്തിലും അന്തത്തിലും ഐകാരം ചേർന്ന പദങ്ങളാണ് അധികം വരുന്നത്. ഉടയൻ, ഉടയൻ ഐകാരം ചേർന്നത്. വിളൈക്ക, നനയിച്ചു, നനായി, നനയിച്ചു. ചുടലൈ, ചിറൈ, ഒച്ചൈ, ഒച്ച എന്ന് പറയുന്നത് ഒച്ചൈ എന്ന് പറയുന്നവര്. അടുത്തത് പ്രത്യേക നിയമം കൽപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചില വർണ്ണപരിണാമങ്ങളുണ്ട്. വാതൽ, ഒരുക്കാൽ, ഭാര്യാവ്, ഇപ്പോൺ, അപ്പോൺ. ഒരുപക്ഷെ അന്നത്തെ വാമൊഴി പദങ്ങളൊക്കെ ആകാനും സാധ്യതയുണ്ട്. ഇനി ഇതിൽ കാണുന്ന സന്ധി കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയുന്നത്. സന്ധി കാര്യങ്ങൾ തമിഴിലെയും പ്രാചീന മലയാളത്തിലെയും സന്ധി കാര്യങ്ങൾക്ക് വളരെ അടുപ്പമുണ്ട്. മലയാളത്തിന്റെ തനതായ സന്ധി കാര്യങ്ങൾ എന്ന് പറയാവുന്നവ അന്ന് കുറവായിരുന്നു. കാരണം അന്ന് തമിഴുമായി ബന്ധപ്പെട്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. സ്വരമധ്യത്തിൽ സന്ധിയിൽ വകാരാഗമം സാധാരണമായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ആ അധികം അംഗം, അവംഗം എന്നുള്ളത്. അതുപോലെ അല്ലാത്ത പ്ലസ് അർത്ഥം, അല്ലാത്തർത്ഥം. പോക അധികം എൻറ്റു,
പോകൻറ്റു എന്നൊക്കെ നമ്മൾ ഇന്ന് പറയാം. പക്ഷെ ആ അധികം അംഗം അവംഗം, ആ അധികം അംഗം പറയുമ്പോൾ അവംഗം എന്നാണ് സന്ധി വരുന്നത്. അവിടെ വകാരം ആഗമമായിട്ട് വരുന്നുണ്ട്. അവംഗം വരുമ്പോൾ ആ അധികം അംഗം അവംഗം വരുമ്പോൾ ഇവിടെ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എന്ത് വരും? ഇവിടെ വകാരം ഈ അവംഗം എന്നായി, അവംഗം എന്നാണ് വരിക. അത് ശ്രദ്ധിക്കുക. അതുപോലെ അങ്ങനെ തന്നെയാണ് അല്ലാത്ത പ്ലസ് അർത്ഥം വരുമ്പോൾ കൂടിച്ചേരുമ്പോൾ എങ്ങനെ? അല്ലാത്ത വർത്തം എന്നാണ്. അല്ലാത്ത വർത്തം, അല്ല ആ അകാരത്തിൻ്റെ കൂട്ടത്തിൽ വകാരം ചേർന്നു, അല്ലാത്ത വർത്തം. അതുപോലെ പോകാധികമെൻറ്റു, പോകവെൻറ്റു, പോകവെൻറ്റു എന്ന് പറയുന്നത് വകാരം ആഗമമായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് 6 നയങ്ങളെ കുറിച്ചാണ്. ഇതിൽ വരുന്ന 6 നയങ്ങൾ, കേരള പാണിനി പറഞ്ഞ 6 നയങ്ങളുണ്ടല്ലോ, അതാണ്. അപ്പം അനുനാസികാതിപ്രസരം മിക്കവാറും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ സമയമായപ്പോഴേക്കും അനുനാസികാതിപ്രസരം മിക്കവാറും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ പരിണാമത്തെ ചെറുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നിൻറ്റു, കൊൻറ്റു, നിന്നു എന്നല്ല പറയണേ, നിൻറ്റു. കൊൻറ്റു, കൊന്നു എന്നല്ല പറയണേ, കൊൻറ്റു. തോൻറ്റുക, തോന്നുകയല്ല, തോൻറ്റുക. അതുപോലെ രാമചരിതത്തിലുള്ള പോലെ വൻറ്റാൻ, ഇരുണ്ടു തുടങ്ങിയ വിലക്ഷണ രൂപങ്ങളും ഇതിൽ കാണുന്നുണ്ട്. വച്ചു, അറിഞ്ഞു എന്നിങ്ങനെ താലവ്യാദേശം വന്ന രൂപങ്ങളും ഇതിൽ കാണാം. സ്വരസംവരണം വരാത്ത രൂപങ്ങളാണ് സാധാരണ. എന്താണ്? തല എന്നല്ല തലൈ, ചിറ എന്നല്ല ചിറൈ എന്നാണ്, ഒച്ച എന്നല്ല ഒച്ചൈ, സഭ എന്നല്ല സഭൈ എന്നാണ്. ഐകാരം വന്ന രൂപങ്ങളാണ് അധികം. അപ്പൊ പൂർണ്ണക്രിയകളുടെ പുരുഷ പ്രത്യയം ചേർന്നിട്ടുള്ള രൂപങ്ങളാണ് സാർവത്രികമായിട്ട് കാണുന്നത്. വന്നാൾ, നിന്നാൾ, നിന്താൻ എന്നൊക്കെ പറയുന്ന പോലെ, വന്താൾ എന്നൊക്കെ പറയുന്ന പോലെയുള്ള രൂപങ്ങളാണ് സാധാരണയായിട്ട് കാണുന്നത്. ഇനി വ്യാകരണ കാര്യങ്ങളാണ്. വ്യാകരണ കാര്യങ്ങളിൽ തികഞ്ഞ അവ്യവസ്ഥയാണ് കാണുന്നത്. തമിഴിലെയും മലയാളത്തിലെയൊക്കെ വ്യാകരണ നിയമങ്ങളുടെ ഒരു കലർപ്പ് ഇതിൽ കാണുന്നുണ്ട്. നാമത്തോടും ക്രിയയോടും ചേർക്കുന്ന പ്രത്യയങ്ങളും മലയാളത്തിൻ്റെ തന്നെയാണ്, പക്ഷെ അവ വ്യക്തമായ രൂപം കൈക്കൊണ്ടിരുന്നില്ല. പ്രതിഗ്രാഹികയ്ക്ക് ഐ പ്രത്യയവും സംബന്ധികയ്ക്ക് ഉടേ, ഉടയ, ഉടയ്യ എന്നിവയുമാണ് ചേർത്തിരുന്നത്. പ്രതിഗ്രാഹിക പ്രത്യയം എ, ഉദ്ദേശിക പ്രത്യയങ്ങൾ നു, നു, സംബന്ധിക പ്രത്യയം ഡെ എന്നിവയൊന്നും രൂപം കൊണ്ടിരുന്നില്ല. ആധാരികയ്ക്കാണെങ്കിൽ ഇൽ, ഇലെ, കൽ, ഇടെ, മേൽ, അത്തു തുടങ്ങിയ 9ഓളം വ്യത്യസ്ത രൂപങ്ങളും കണ്ടിരുന്നു. ഇത്തരത്തിലുള്ള അവ്യവസ്ഥകൾ അന്നത്തെ ഭാഷയുടെ തന്നെ സ്വഭാവ സവിശേഷതകളായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ പിന്നെ വർത്തമാനകാല പ്രത്യയം സാർവത്രികമായിട്ട് ഇൻറ്റു ആണ്. വരിൻ്റെ, നിനയ്ക്കിൻ്റെത് എന്നൊക്കെ ഇൻട്രു എന്ന് പറയും. വികല്പ പ്രത്യയമായ ഓ ചേർക്കുന്നതിന് പകരം താൻ ചേർത്ത രൂപമാണ് കാണുന്നത്, അതിൽ വരുന്നത്. ഒരുത്തരൈത്താൻ, ഇതുവരൈത്താൻ എന്ന്, ഇതുവരെയോ ഒരുത്തരോ എന്ന്, ഓ എന്ന് ആണോ എന്ന് ചോദിക്കുന്നതിന് പകരം പാലക്കാട് ഭാഷയിലുണ്ടല്ലോ തന്നെ എന്ന് പറയുന്നത്, ഇങ്ങനെ പറഞ്ഞു തന്നെ എന്ന് ചോദിക്കും. ആണോ നമ്മൾ ചോദിക്കുന്നതിന് പകരം തന്നെ എന്ന് ചോദിക്കും. അങ്ങനെ അതായത് അതൊരു പക്ഷേ അങ്ങനെയുള്ള രൂപങ്ങളാണ് ഇതിൽ കാണുന്നത്. ആ കാലഘട്ടത്തിൽ കൊളോക്കിയലായിട്ട് ഉപയോഗിക്കുന്ന ഭാഷയുടെ പ്രാദേശിക ഭാഷാ പ്രത്യേകതകൾ അതിലുണ്ടായ പ്രാചീന പദങ്ങൾ, പ്രാചീന ഭാഷാ പ്രത്യേകതകളും കൂടി ആയിരിക്കും അത്. പിന്നെ ഒവ്വാതെ, മിണ്ടാതെ എന്നുള്ള രൂപങ്ങൾ നോക്കിയാൽ ആദെ ചേർന്ന നിഷേധ രൂപങ്ങളും മറ്റൊരു പ്രത്യേകതയാണ്. നമ്മൾ മറ്റൊരു മുമ്പും പറഞ്ഞല്ലോ, ആദെ നിഷേധ രൂപം, ഒവ്വാതെ, മിണ്ടാതെ അത് മിണ്ടുന്നില്ല എന്നർത്ഥം. പിന്നെ കൂടുവിത്, ചൊല്ലുവിത്, ഇരിപ്പിത് തുടങ്ങിയ ഇതു എന്ന പൂരകവ്യയം ചേർത്ത രൂപങ്ങളും പൂർണ്ണക്രിയാരൂപങ്ങളും സാർവത്രികമായി കാണുന്നുണ്ട്. സർവനാമങ്ങൾ ഞാൻ എന്നുള്ളത് സാധാരണമാണ്. ബഹുവചന രൂപം ഞാങ്ങളാണ് അധികം. നാങ്ങൾ ചിലയിടങ്ങളിൽ കാണാം. നാം എന്ന് ഉപയോഗിക്കുന്നുണ്ട്. മധ്യമ പുരുഷൻ നീ, നിങ്ങൾ, നിങ്ങൾ എന്നൊക്കെ കാണാം. അവൻ, അവൾ, അത്, അവർ, അവർകൾ, അവരൾ, ഇവർ, ഇവർകൾ, ഇവരൾ, അവു, അവൈ, അവിറ്റ, അവിറ്റൈ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളും ഇതിൽ കാണുന്നുണ്ട്.
സ്വവാചിയിലെ ഏകവചനം താൻ, ബഹുവചനം താം, താങ്കൾ, തങ്ങൾ എന്ന്. അതായത് നമ്മൾ പറയില്ലേ, സ്വവാചിയാണെങ്കിൽ നമ്മൾ പറയും ഞാൻ, തന്നെ കുറിക്കുകയാണെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് ആ ഒരു ഇതിന് പകരം എന്താണ് താൻ, ബഹുവചനമാണെങ്കിൽ താം, നമ്മൾ എന്ന് പറയില്ലേ, അതുപോലെ താങ്കൾ എന്നൊക്കെ, നാം, നമ്മൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പോൾ അത് ഒന്നിൽ കൂടുതലുള്ള ആളുകൾ വരുമ്പോഴേ താങ്കൾ, തങ്ങൾ എന്നൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി അടുത്തത് ഇതിലെ വാക്യഘടനയാണ്. വാക്യഘടന പറയുമ്പോൾ ഒരു കലുഷമായ വാക്യഘടനയാണ് ഇതിനുള്ളത്. സമുച്ചയ നിപാതം സജാതീയങ്ങളല്ലാത്ത പദങ്ങളോട് ചേർക്കുക, പ്രധാന വാക്യത്തിൻ്റെ ഉള്ളിൽ ബന്ധമില്ലാത്ത രീതിയിൽ ഉപവാക്യങ്ങൾ തിരികെ കയറ്റുക, അന്വയിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ഒരു ഘടന, സംസ്കൃത രീതിയിലുള്ള വാക്യപ്രയോഗങ്ങൾ, തമിഴ് രീതിയിലുള്ള ഘടന, ഇവയെല്ലാം ഭാഷാ കൗടില്യത്തിലെ വാക്യശൈലിയെ കലുഷമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇളംകുളം കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങളിലും KN എഴുത്തച്ഛൻ ഭാഷാ കൗടില്യം അതിൻ്റെ പ്രസാധനം നടത്തിയപ്പോൾ ഭാഷാ കൗടില്യത്തെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പഠനം നടത്തിയിട്ടുണ്ട്. ശാസന ഭാഷയുടെ തന്നെ തുടർച്ചയാണ് കൗടില്യ ഭാഷ എന്നാണ് ഇളംകുളം പറയുന്നത്, ഇളംകുളം കുഞ്ഞമ്പിള്ള പറയുന്നത്. തികഞ്ഞ അവ്യവസ്ഥിതത്വം കാണുന്നുണ്ടെങ്കിലും കൗടില്യ ഭാഷ പ്രാചീന മലയാളത്തിൻ്റെ സവിശേഷത ഉൾക്കൊള്ളുന്നു എന്നാണ് KN എഴുത്തച്ഛൻ പറയുന്നത്. അദ്ദേഹം ഇക്കാര്യം ഇങ്ങനെയാണ് പറയുന്നത്: തമിഴ് മലയാളങ്ങൾ തോന്നിയ പോലെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു മിശ്രകൃതിയല്ല അത്. സമാന കാലത്തുണ്ടായ ശാസനങ്ങളിലും സാഹിത്യത്തിലും പ്രായേണ ഇതിലെ ശൈലി കാണുന്നത് കൊണ്ട് ഭാഷാ പഠനത്തിൽ ഇതിനെ കണക്കിലെടുക്കാതെ വയ്യ. കൃത്രിമത്വങ്ങൾ ഉണ്ടെങ്കിലും മലയാളത്തിൻ്റെ തനതായ മുദ്ര ഇതിൽ എല്ലായിടത്തും വ്യക്തമായി കാണുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഗൗരവമുള്ള ഗ്രന്ഥരചനയ്ക്ക് പണ്ഡിതന്മാർ ഉപയോഗിച്ചിരുന്ന ഭാഷയാണിതിൽ ഉള്ളത് എന്നതിന് സംശയമില്ല. ഇതാണ് KN എഴുത്തച്ഛൻ്റെ അഭിപ്രായം. അപ്പം കേരള ഭാഷ എവിടെ നിന്ന് ഉരുത്തിരിഞ്ഞോ ആ മൊഴിയുടെ സ്വഭാവങ്ങൾ ഈ കൃതിയിലുണ്ടെന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. അല്ലാതെ തികച്ചും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒന്നല്ല ഇതിലെ ഭാഷ. പ്രാദേശിക ഭാഷയുടെ തനിമകളൊക്കെ കാണിക്കുന്ന ഒട്ടേറെ സ്വഭാവങ്ങൾ ഭാഷാ കൗടില്യത്തിലുണ്ട്. പഴയതും പുതിയതൊക്കെ ചേർന്ന് കാണുന്നത് തന്നെ ഭാഷ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ഗ്രന്ഥകർത്താവ് ആരായാലും കൗടില്യം പോലെ വളരെ ഗഹനമായൊരു കൃതി സംസ്കൃതത്തിൽ നിന്ന് വിവർത്തനം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഗദ്യഭാഷ 13ാം നൂറ്റാണ്ടിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണെന്നുള്ളതിനപ്പുറം ആ കാലഘട്ടത്തിൽ ഇത്രയും ഗൗരവമായ ഒരു വിഷയം കൈകാര്യം ചെയ്യാനുള്ള ധൈര്യം, മിടുക്കും അതിനുള്ള അറിവുമുള്ള ആളാണ് കൗടില്യകാരൻ, ഭാഷാ കൗടില്യം എഴുതിയ ആള് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും മഹത്തായിട്ടുള്ള കാര്യമായിട്ട് പറയാനുള്ളത്. അപ്പം ഇതാണ് ഇതിൻ്റെ പ്രാരംഭമായിട്ട് നമുക്ക് പറയാനുള്ളത്. പ്രാചീന ഗദ്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ആദ്യകാല രേഖകൾ എന്ന് പറയുന്നത് ശാസനങ്ങളും കരണങ്ങളും ഒക്കെയാണ്. ഗദ്യഭാഷയുടെ ചരിത്രം ലിഖിത ഗദ്യത്തെ അവലംബമാക്കി മാത്രമാണ് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. മാറ്റങ്ങൾ സംഭവിക്കുന്നത് എങ്കിൽ അത് പറയുമ്പോൾ നമ്മൾ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമുക്കറിയാം വാമൊഴിയിലാണ്. വാമൊഴിയിലെ സ്വഭാവങ്ങൾ ഒന്ന് നിലവാരപ്പെടുത്തി മാനവീകരിച്ചാണ് വരമൊഴി രൂപപ്പെടുന്നത്. വാമൊഴിയുടെ പഴയ സ്വരൂപം അറിയാൻ നമുക്ക് വേറൊരു വഴിയില്ല. അതുകൊണ്ടാണ് ഗദ്യഭാഷയുടെ രൂപവൽക്കരണം മനസ്സിലാക്കാനായിട്ട് നമ്മൾ ലിഖിത ഗദ്യരേഖകളെ ആശ്രയിക്കുന്നത്. അത് അവലോകനം ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് മലയാള ഭാഷയിലെ ഗദ്യവികാസത്തെ 3 ഘട്ടമായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. മലയാള ഭാഷ ഗദ്യവികാസം 3 ഘട്ടം. ഏതൊക്കെയാണ് 3 ഘട്ടം? പ്രാചീന ഗദ്യം, മധ്യകാല ഗദ്യം, ആധുനിക ഗദ്യം. ഇങ്ങനെ 3 ഘട്ടമാണ്. പ്രാചീന ഗദ്യം, മധ്യകാല ഗദ്യം, ആധുനിക ഗദ്യം. പ്രാചീന ഗദ്യം എന്ന് പറയുന്നത് 12ാം നൂറ്റാണ്ട് മുതൽ 17ാം നൂറ്റാണ്ട് വരെയുള്ള കാലമാണ്. മധ്യകാല ഗദ്യം എന്ന് പറഞ്ഞാൽ 17ാം നൂറ്റാണ്ട് മുതൽ 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെയുള്ള കാലം. ആധുനിക ഗദ്യം എന്ന് വെച്ചാൽ 19ാം നൂറ്റാണ്ടിൻ്റെ പകുതി മുതൽ ഉള്ള കാലഘട്ടം, അതായത് തുടർന്ന് ഇങ്ങോട്ടുള്ള ഗദ്യം. അതാണ് ആധുനിക ഗദ്യം. അപ്പോൾ പ്രാചീന ഗദ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് പ്രധാനമായിട്ട് 5 ആയിട്ട് ഇതിനെ തിരിക്കും. പ്രാചീന ഗദ്യത്തെ
ഏതൊക്കെയാണ്? ആദ്യത്തേത് ശാസന ഭാഷ, രണ്ടാമത്തേത് ഭാഷാ കൗടില്യം, മൂന്നാമത്തേത് കൂടിയാട്ട ഗദ്യം, നാലാമത്തേത് പുരാണ കഥാഖ്യാനങ്ങൾ, അഞ്ചാമത്തേത് വ്യാഖ്യാനങ്ങൾ. അങ്ങനെ 5ആയിട്ട് തിരിക്കാം. നമ്മളിപ്പോൾ പഠിക്കേണ്ടത് പ്രധാനമായിട്ടും ശാസന ഭാഷയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശാസന ഭാഷ. ശാസന ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ കല്ല്, ചെമ്പ്, തകിട് തുടങ്ങിയവയിലൊക്കെ എഴുതി വെച്ച പ്രാചീന രേഖയാണ് ശാസനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കരാറുകൾ, വ്യവസ്ഥകൾ, അറിയിപ്പുകൾ, ഇങ്ങനെ പൊതുജനങ്ങൾക്കും വ്യക്തികൾക്കൊക്കെ വേണ്ടിയാണ് ശാസനങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഇവയിലെ ഭാഷാ ചരിത്രകാരന്മാർക്ക് പ്രയോജനപ്പെടുത്താവുന്ന മുഖ്യ ഉപാദാനമാണ്. ചരിത്ര നിർമ്മിതിക്കുള്ള ഒരു ആകരം എന്ന നിലയിൽ ശാസനങ്ങൾക്ക് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. മിക്ക ശാസനങ്ങളും പകർപ്പുകളായിട്ടല്ല, മൂലരേഖകളായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് പകർപ്പുകളിലൂടെ വരാവുന്ന മാറ്റങ്ങൾ ഇവയിൽ കുറവാണ്. മാത്രമല്ല മിക്ക ശാസനങ്ങളിലും രചനാകാലം രേഖകളിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. അപ്പൊ രചനാകാലത്തെ ഭാഷാ സ്വഭാവം അതേ മട്ടിൽ അറിയാൻ കഴിയുന്നത് ഭാഷാ ചരിത്ര നിർമ്മിതിക്ക് വളരെ സഹായകമായിട്ടുള്ളൊരു കാര്യമാണ്. മിക്കവാറും സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് ശാസനങ്ങൾ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭാവനാസൃഷ്ടമായ വൈചിത്ര്യങ്ങളൊന്നും ഇല്ലാതെ കാര്യമാത്ര പ്രസക്തമായിരിക്കും ഈ ശാസനങ്ങളുടെ അവതരണ ശൈലി എന്നുള്ളത്. മിക്കവാറും വ്യവഹാര ഭാഷയോട് കൂടുതൽ അടുപ്പുള്ളതായിരിക്കും ശാസന ഭാഷ. ഇതും അവയിലെ ഭാഷാ പ്രയോഗങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സാഹിത്യ ശാസ്ത്രകൃതികള് മിക്കവാറും മാനക ഭാഷയിലാണ് ഉണ്ടാകുക. പക്ഷെ ശാസന ഭാഷയ്ക്ക് അത്രത്തോളം മാനകത്വം ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളത്. അപ്പം പ്രാചീന രേഖകളാണ് ചരിത്ര നിർമ്മിതിക്കുള്ള ആകരങ്ങൾ എന്ന നിലയിൽ ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇതൊക്കെ ആണെങ്കിലും മലയാള ഭാഷയുടെ വികാസ ചരിത്രം നിർണ്ണയിക്കുന്നതിന് ശാസനങ്ങളെ പണ്ഡിതന്മാർ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. ഭിന്നാഭിപ്രായക്കാരാണ് ഈ കാര്യത്തിൽ പണ്ഡിതന്മാർ. സാധാരണ ജനങ്ങളുടെ അറിവിലേക്ക് വേണ്ടി എഴുതപ്പെട്ടവയായതുകൊണ്ട് അവയിലെ ഭാഷ സാമാന്യ ജനങ്ങളുടെ സംഭാഷണ ഭാഷയോട് അടുത്ത് നിൽക്കുന്നുണ്ടെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. ശാസനങ്ങൾ എഴുതിയത് അധികാരി വർഗം ആയതുകൊണ്ട് ഭരണഭാഷയുടെ സ്വാധീനത്തിൽപ്പെട്ട് ശാസനങ്ങളുടെ ഭാഷ കൃത്രിമവും ക്ലിഷ്ടവുമായി തീർന്നിട്ടുണ്ടെന്നുള്ള അഭിപ്രായമുണ്ട്. അതുകൊണ്ട് അവ അക്കാലത്തെ മലയാള ഭാഷയെ പ്രതിനിധാനം ചെയ്യുന്നില്ലെന്നാണ് മറ്റൊരു കൂട്ടർ വാദിക്കുന്നത്. അപ്പം ഭാഷയുടെ ഒരു പൂർവ്വരൂപം മനസ്സിലാക്കാൻ ശാസനങ്ങളെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ വൈരുദ്ധ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പരിമിതികളും ഒക്കെ ഉണ്ട്. അതൊക്കെ ശരിയാണ്. എങ്കിലും മറ്റ് ലിഖിത രേഖകളൊന്നും അക്കാലത്തെ ഭാഷ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇവയെ ആശ്രയിക്കാതെ ഒരു വഴിയുമില്ല. അപ്പോൾ ആ പരിമിതികളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ശാസനങ്ങളിലെ ഭാഷയെ പഠിക്കുന്നത്. ഇനി പ്രാചീന ഭാഷാ സ്വരൂപം മനസ്സിലാക്കുന്നതിന് സാഹിത്യ ഗ്രന്ഥങ്ങളെക്കാൾ ചെറിയ ചെറിയ വാചകങ്ങളിൽ അതാത് സ്ഥലത്തെ ഭാഷയിൽ എഴുതിയിട്ടുള്ള ശാസനങ്ങളാണ് കൂടുതൽ ഉപകരിക്കുന്നത്. ഒരു ആധാരം എഴുത്ത് രീതിയിലായിരിക്കും ഇവയിലെ ഭാഷ. അതൊക്കെ ഇതിൻ്റെ ഒരു ഇതാണ് കേട്ടോ, ഒരു പോരായ്മയാണ്. അപ്പോൾ ഭാഷാഭേദ സ്വഭാവം അവയിൽ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ടും ശാസനങ്ങളിൽ അക്കാലത്തെ ഭാഷാ സ്വഭാവം പൂർണ്ണമായി പ്രതിഫലിക്കുന്നു എന്ന് വിചാരിക്കരുത് എന്നാണ് ഇളംകുളം കുഞ്ഞമ്പിള്ള പറയുന്നത്. അപ്പോൾ ഭാഷാ സാങ്കേതികവും ഭാഷ സാങ്കേതികവും യാഥാസ്ഥിതികമാക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ ശാസനങ്ങളിൽ അതിൻ്റെ കർത്താക്കൾ ശ്രമിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും അക്കാലത്തെ വ്യവഹാര ഭാഷയുടെ സ്വഭാവങ്ങൾ അതിലേക്ക് എത്രയായാലും കടന്നു വന്നിട്ടുണ്ടായിരിക്കും. അവയെ ഊറ്റിയെടുത്ത് പരിശോധിച്ചാൽ അക്കാലത്തെ ഭാഷയുടെ ഏതാണ്ടൊക്കെ സ്വഭാവങ്ങൾ നമുക്കറിയാൻ പറ്റും. അപ്പം അതിൻ്റെ നിർമ്മാണ കാലത്തെ വ്യവഹാര ഭാഷയുടെ സ്വഭാവം ശാസനങ്ങളിൽ അതേപടി പ്രതിഫലിക്കുന്നില്ലെങ്കിലും അതിലുള്ള പല വാമൊഴി രൂപങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് ഊഹിച്ചെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ ശാസന ഭാഷയെ ഭാഷാ ചരിത്ര നിർമ്മിതിക്ക് ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കണം എന്നാണ് CL ആന്റണി പറയുന്നത് ഭാഷാ പഠനങ്ങളിൽ. എന്തായാലും AD 9 മുതൽ 13 വരെയുള്ള നൂറ്റാണ്ടുകളിലെ ഭാഷാ ഗദ്യത്തിന് മാതൃകയായി കണക്കാക്കി വരുന്നത് ഈ ശാസനങ്ങളും ചെപ്പേടുകളിലും കരണങ്ങളിലൊക്കെയുള്ള ഭാഷയാണ്. ഇനി ഇതാണ്
ശാസന ഭാഷയുടെ സാമാന്യ സ്വഭാവങ്ങളെക്കുറിച്ചും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞത്. ഇനി ശാസന ഭാഷയുടെ ഒരു സാമാന്യമായിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് സംഗ്രഹിക്കാം. കൂട്ടത്തിൽ സാമാന്യ സ്വഭാവങ്ങളൊന്ന് സംഗ്രഹിക്കാം. ശാസന ഭാഷ മിക്കവാറും, ഒന്നാമത്തെ പോയിന്റാണ്, ശാസന ഭാഷ മിക്കവാറും രചനാകാല ഭാഷാ സ്വഭാവം കാണിക്കും. ശാസന ഭാഷയുടെ സാമാന്യ സ്വഭാവങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം. ശാസന ഭാഷ മിക്കവാറും രചനാകാല ഭാഷാ സ്വഭാവം കാണിക്കും. മിക്കവാറും എന്ന് പറയുന്നത് ഔപചാരിക ഔദ്യോഗിക ശൈലിയിൽ എഴുതിയത് കൊണ്ടാണ്. പഴയ രീതികൾ തുടർന്നിട്ടുണ്ടാകും, അതുകൊണ്ട് കൂടിയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ അക്കാലത്തെ വാമൊഴിയുടെ സ്വഭാവം കാണിക്കുന്നില്ലെങ്കിലും സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ശാസന ഭാഷ. അതായത് സാധാരണക്കാർ ഉപയോഗിക്കുന്ന, അവരിടപെടുന്ന മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ശാസനങ്ങൾ എന്നുള്ളത് കൊണ്ട്. നമുക്ക് നമ്മുടെ പാരൻസിന്, നമ്മുടെ മാതാപിതാക്കൾക്ക് അറിയാലോ ഒരു ആധാരെഴുത്തിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ സാധാരണ ജനങ്ങൾക്ക് അറിയാമെന്നാണ് ഉദ്ദേശിച്ചത്. ഇനി ഔപചാരിക സ്വഭാവം ഉള്ളതിനാൽ അന്നത്തെ ഔദ്യോഗിക ഭാഷയായ ചെന്തമിഴിൻ്റെ സ്വാധീനം എന്തായാലും അതിലുണ്ടായിരിക്കും. അപ്പോൾ സാഹിത്യ സൃഷ്ടികളെക്കാൾ ഭാഷാ ചരിത്ര രചനയ്ക്ക് ശാസനങ്ങളാണ് അതുകൊണ്ട് കൂടുതൽ ഉപകരിക്കുക. ശാസനങ്ങളുടെ ഭാഷയെക്കുറിച്ച് പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങളുണ്ട്. പ്രബലമായിട്ടുള്ള വാദഗതികളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അവരുടെ പണ്ഡിതന്മാരുടെ അഭിപ്രായം, അതിലവരുടെ പ്രബലമായ വാദഗതികളൊക്കെ നമുക്ക് പറയാം. ഒന്നാമത്തേത്, ശാസനങ്ങളിലെ ഭാഷ തമിഴാണ്. ഒന്നാമത്തെ കാര്യം, അത് തമിഴാണ്. തമിഴും മലയാളവും ഇടകലർന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം, ശാസന ഭാഷ മലയാളത്തിൻ്റെ പൂർവ്വരൂപത്തിൻ്റെ ലക്ഷ്യമാണ് എന്നുള്ളതാണ്. മൂന്ന് അഭിപ്രായമാണ് അവർ പറയുന്നത്. ഇനി അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് പറയാം. ശാസന ഭാഷ തമിഴാണെന്ന പക്ഷക്കാരാണ് ഗുണ്ടർട്ട്, അതുപോലെ മലബാർ മാനുവൽ എഴുതിയ വില്യം ലോഗൻ, റോബർട്ട് കാൾഡ്വെൽ തുടങ്ങിയവരൊക്കെ. ടി എ ഗോപിനാഥ റാവും മറ്റൊക്കെ തിരുവിതാംകൂർ പുരാവസ്തു രേഖകൾ എന്ന പേരിൽ ശാസനങ്ങളും ചെപ്പേടുകളും പ്രസിദ്ധീകരിച്ചപ്പോൾ അവയിൽ മിക്കതും തയ്യാറാക്കിയത് തമിഴ് ലിപിയിലാണ്. അപ്പം മലയാളികൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതും തമിഴർക്ക് സുഗ്രഹവുമാണ് അവയിലെ ഭാഷ. അപ്പോൾ തമിഴിൻ്റെ അംശം കൂടിയും മലയാളം കുറഞ്ഞുമുള്ള ശാസന ഭാഷ തമിഴാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നും. അപ്പോൾ ശാസന ഭാഷയുടെ കാലത്ത് ഇവിടെ നല്ല മലയാളം ഉണ്ടായിരുന്നു എന്ന വിശ്വാസമാണ് ശാസന ഭാഷ തമിഴ് മലയാളം മിശ്രമാണെന്നുള്ള ചിലർ പറഞ്ഞതിന് കാരണം. ചിലർ അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? നമ്മൾ ഇന്നത്തെ മലയാളം വെച്ചിട്ട് അന്നത്തെ ഭാഷയെ പഠിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട്. അപ്പോൾ തെക്കൻ തിരുവിതാംകൂറിലുണ്ടായ ശാസനങ്ങളിൽ തമിഴ് കൂടുതലായി കാണുന്നത് ഒരു കാര്യമാണ്, ഈ നിഗമനത്തിനെത്തുന്നതിന് ഒരു കാര്യമാണ്. ഇനി പ്രൊഫസർ C.L. ആന്റണി സാഹിത്യചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്ന കൃതിയിലെ ഭാഷാഗദ്യം എന്ന ഘട്ടത്തിൽ ഭാഷാ സംക്രമണവാദം എന്നൊരു പുതിയ സിദ്ധാന്തം അവതരിപ്പിക്കുന്നുണ്ട്. കൊല്ലം ആദ്യ ശതകങ്ങളിൽ ഇവിടെ സംഭാഷണ ഭാഷയായി മലയാളം നിലവിലുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിലും രാജഭാഷയായിട്ട്, അതായത് ഔദ്യോഗിക ഭാഷയായിട്ട് അന്ന് ചെന്തമിഴാണ് ഉപയോഗിച്ച് വന്നിരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ശിലാശാസനങ്ങളും ചെപ്പേടുകളൊക്കെ തയ്യാറാക്കുമ്പോൾ രാജഭാഷയിലേക്ക് സാമാന്യ വ്യവഹാര ഭാഷയായിട്ടുള്ള മലയാളത്തിൻ്റെ അംശങ്ങളിൽ അല്പാൽപമായി കടന്നു വന്നിരുന്നെന്നും അദ്ദേഹം സിദ്ധാന്തിക്കുന്നുണ്ട്. ഇങ്ങനെ അധപ്പതിച്ച രാജഭാഷയായ ചെന്തമിഴാണ് ശാസനങ്ങളിൽ നീച രാജഭാഷയായിട്ട് കാണപ്പെടുന്നതെന്നാണ് C.L. ആന്റണിയുടെ അഭിപ്രായം. കാലക്രമേണ ഈ നീച ഭാഷയിലേക്കുള്ള കേരള ഭാഷയുടെ സംക്രമണം കൂടി വരികയും തമിഴിൻ്റെ പ്രഭാവം കുറഞ്ഞു വരികയും ചെയ്യുകയുണ്ടായെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ശാസന ഭാഷയെക്കുറിച്ച് വളരെ ഗൗരവപൂർവ്വം പഠനം നടത്തിയ ആളാണ് A.C. ശേഖർ. അദ്ദേഹം എവല്യൂഷൻ ഓഫ് മലയാളം എന്ന കൃതിയിൽ, അതുപോലെ തന്നെ ഇളംകുളം കുഞ്ഞമ്പിള്ള കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്ന കൃതിയിലൊക്കെ ശാസനങ്ങൾ എഴുതപ്പെട്ട കാലത്തെ പരിവർത്തന വിധേയമായിക്കൊണ്ടിരുന്ന കേരള ഭാഷയിലാണ് അത് എഴുതിയത് എന്നാണ് ഇവർ സിദ്ധാന്തിക്കുന്നത്. അപ്പം കേരളത്തിലെ വ്യവഹാര ഭാഷയായി നിലവിലിരുന്ന തമിഴ് മലയാളം, അതായത് അന്നത്തെ കേരളത്തിലെ വ്യവഹാര ഭാഷയായി നിലവിലിരുന്ന തമിഴുണ്ടല്ലോ, അത് മലയാളമായി പരിണമിക്കുന്നതിന് സമാന്തരമായാണ് ശാസന ഭാഷയിലെ വികാസ പരിണാമങ്ങളൊക്കെ നടന്നിട്ടുള്ളത് എന്നാണ് ഇവരുടെ അഭിപ്രായം. അതായത് ക്രിസ്തു വർഷം ഏകദേശം AD 9 മുതൽക്കുള്ള ശാസനങ്ങൾ അപഗ്രഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇളംകുളം കുഞ്ഞമ്പിള്ള സമർത്ഥിക്കുന്നത് അങ്ങനെയാണ്. ശാസനങ്ങളെ അവ എഴുതിയ കാലഘട്ടത്തിലോ അതിനടുത്തുള്ള
കാലയളവിൽ ഉണ്ടായിട്ടുള്ള മലയാള കൃതികളിലെ ഭാഷാ സ്വഭാവത്തിൻ്റെ വെളിച്ചത്തിലൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ശാസനങ്ങളിലെ തമിഴ് എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗം അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന മലയാള ഭാഷയുടെ സവിശേഷതയാണെന്ന് നമുക്ക് മനസ്സിലാവും. കൊല്ലവർഷത്തിൻ്റെ ആദ്യ ശതകങ്ങളിൽ മലയാളത്തിന് തമിഴിൽ നിന്ന് അന്തരം എന്ന് പറയാവുന്ന ഒരു അംശം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. വൈജാത്യത്തെക്കാൾ കൂടുതലായിട്ട് രണ്ട് ഭാഷകൾക്കും തമ്മിൽ ഒരു അടുപ്പമായിരുന്നു, ഒരു സാജാത്യമാണ് ഉണ്ടായിരുന്നത്. സംസാര ഭാഷ ലിഖിത രൂപത്തിലാക്കിയപ്പോൾ യാഥാസ്ഥിതിക രൂപത്തിന് പ്രാധാന്യം, അതായത് യാഥാസ്ഥിതികമായ രൂപത്തിനാണ് പ്രാധാന്യം ലഭിച്ചത്. അതിനാൽ തന്നെ ശാസനങ്ങളിലെയും ചെപ്പേടുകളിലേക്ക് കാണുന്ന ഭാഷ എന്ന് പറയുന്നത് തമിഴിൻ്റെ പ്രഭാവം, അതിൽ കാണുന്ന തമിഴിൻ്റെ പ്രഭാവം എന്ന് പറയുന്നത് അന്നത്തെ മലയാള ഭാഷയുടെ സ്വഭാവമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശുചീന്ദ്രൻ രേഖകളൊക്കെ നോക്കുമ്പോൾ തമിഴ് പ്രഭാവം കുറച്ച് ഏറിയിട്ടുണ്ടാകും. ബ്രാഹ്മണർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ സംസ്കൃതത്തിൻ്റെ അതിപ്രസരവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇനി ശാസനങ്ങളുടെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ നമുക്ക് നോക്കാം. ശാസനങ്ങളുടെ പൊതുവായിട്ടുള്ള സ്വഭാവം പറയുമ്പോൾ ആദ്യത്തേത് ശാസനങ്ങളിലെ അക്ഷരമാലയാണ്. അതായത് തമിഴ് അക്ഷരമാലയിലെ അക്ഷരങ്ങളാണ് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത്. 9 മുതൽ 12 വരെയുള്ള കാലങ്ങളിലെ ഈ ശാസനങ്ങളിൽ. അപ്പം മലയാളികളുടെ മാതൃക അക്ഷരമാല അതായിരുന്നു, ദ്രമിഡ സംഘാതാക്ഷരം എന്ന് പറയുന്നത്. ദ്രാവിഡ വർണ്ണമാലയിലെ 30 അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന വർണ്ണവ്യവസ്ഥയായിരുന്നു ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധമായിരുന്നു അത്. ലിപി എന്ന് പറയുന്നത് വട്ടെഴുത്താണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ സംസ്കൃത പദങ്ങൾ തത്സമങ്ങളായിട്ട് എഴുതേണ്ടി വരുമ്പോൾ ഇടയ്ക്ക് ഗ്രന്ഥലിപിയും ഉപയോഗിച്ചിരുന്നു. അത് ഈ വട്ടെഴുത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം. വട്ടെഴുത്ത് കണ്ടോ ശാസനങ്ങൾ, ശാസനമാണ് നമുക്ക് പഠിക്കാനുള്ള ശാസനമാണ്. പുറം ഏട് 2ഉം ഏട് 1ഉം പുറം, അത് നമ്മൾ പഠിക്കാനുള്ള ഭാഗം. ഏട് 2ൻ്റെ പുറം 1ഉം പുറം 2ഉമാണ് ഇത്. അപ്പോൾ ഇതാണ് അതിലെ ലിപി എന്ന് പറയുന്നത്. ലിപി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ, അത് കുറച്ചും കൂടി ഓല അങ്ങനെ തന്നെ ഫോട്ടോ എടുത്തതും അല്ലാത്തതുമായിട്ടുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 12ാം ശതകത്തിലെ തിരുവമ്പാടി ശാസനത്തിൽ ആദ്യത്തെ 6 വരി പൂർണ്ണമായും സംസ്കൃത ഭാഷയിൽ ഗ്രന്ഥാക്ഷരം ഉപയോഗിച്ച് എഴുതിയിരുന്നു എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പോൾ 15ാം ശതകം ആകുമ്പോൾ സംസ്കൃത പദങ്ങൾ മാത്രമല്ല മലയാള പദങ്ങളും ഗ്രന്ഥാക്ഷരത്തിൽ എഴുതുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു പ്രവണത കണ്ടു തുടങ്ങിയിരുന്നു. അപ്പോൾ കുറിച്ചി ശാസ്ത്ര ശാസനത്തിൽ ഇതുപോലെയാണ്. അതായത് അക്കാലത്ത് സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. പിന്നെ വട്ടെഴുത്തിൽ നിന്ന് ഗ്രന്ഥാക്ഷരവും ഒക്കെ കൂടിച്ചേർന്ന് ഒരു മിശ്ര ലിപി വ്യവസ്ഥ രൂപപ്പെട്ടു വന്നു. അങ്ങനെ ആ മിശ്ര ലിപി വ്യവസ്ഥയിലൂടെയാണ് ആധുനിക മലയാള ലിപി രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ 12 മുതൽ 16 വരെയുള്ള ശതകങ്ങളിലെ ശാസനങ്ങളിൽ ഇത് നമുക്ക് മനസ്സിലാകും. എഴുത്തച്ഛൻ്റെ കാലമാകുമ്പോഴേക്കും മലയാളത്തിൻ്റെ വർണ്ണമാലയും ലിപി വ്യവസ്ഥയൊക്കെ കൃത്യമായിട്ട് രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ശാസനങ്ങളിലെ പദങ്ങളെ കുറിച്ച് പറയുമ്പോൾ മലയാളം, സംസ്കൃതം, തമിഴ് എന്നീ 3 ഭാഷകളിലെയും പദങ്ങൾ ഈ ശാസനങ്ങളിലുണ്ട്. സംസ്കൃത പദങ്ങൾ പൊതുവെ അക്ഷരമാലയ്ക്ക് ഇണങ്ങുന്ന രീതിയിൽ തൽഭവമായിട്ടാണ് ആദ്യം സ്വീകരിച്ചിരുന്നത്. തമിഴ് പദങ്ങൾ അധികവും അന്നത്തെ മലയാളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പദങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് നമുക്ക് അത് തമിഴ് പദങ്ങളായി തോന്നുന്നത് ഇന്നത്തെ മലയാളം വെച്ച് നമ്മൾ അതിനെ പരിശോധിക്കുമ്പോഴാണ്. അന്ന് ഇത് മലയാളമായിരുന്നു. കാലക്രമത്തിൽ ഇത് പ്രചാരമില്ലാണ്ട് പോവുകയും അതിന് പകരം സംസ്കൃത പദങ്ങൾ കടന്നു വരികയും ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇന്നത് തമിഴ് പദമായിട്ട് തോന്നുന്നത്. പിന്നീട് ഇതിൽ കേരളപാണിനി പറഞ്ഞ 6 നയങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം കേരളപാണിനി എടുത്തു കാട്ടുന്ന 6 നയങ്ങൾക്ക് അത് പ്രവർത്തിക്കുന്നത് മലയാളം അല്ലാത്തവ തമിഴും ആണല്ലോ കരുതപ്പെട്ട് വരുന്നത്. ഈ 6 നയങ്ങൾ പ്രവർത്തിച്ചു വരുന്ന ഭാഷ മലയാളവും അല്ലാത്തവ തമിഴും എന്നാണ് നമ്മൾ കരുതരുന്നത്. അതൊരു കാര്യമാണ്. അത് 6 നയം പ്രവർത്തിച്ചു വരുന്ന കാലം ഏതാണെന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇപ്പം ശാസന ഭാഷയിൽ അനുനാസികാദി പ്രസരാദി നയങ്ങൾ വന്നു കഴിഞ്ഞ രൂപം കുറവാണ്. അപ്പം അതിന് മുമ്പുള്ള കാലഘട്ടത്തിലുള്ള ഭാഷയാണ് നമ്മൾ കൂടുതലും കാണുന്നത്. അപ്പം കാലക്രമേണ അവയുടെ സംഖ്യ കൂടിക്കൂടി വരും. ഈ നയങ്ങളനുസരിച്ചുള്ള രൂപമാറ്റം വന്ന പദങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. 9ാം ശതകത്തിൽ അനുനാസികാദി പ്രസരം വളരെ കുറച്ച് രൂപങ്ങളിലേ ഉണ്ടായിരുന്നുള്ളൂ.
14-ാം നൂറ്റാണ്ടോടെ ആയപ്പോഴേക്കും ഈ വർണ്ണപരിണാമം കുറെ പൂർണ്ണമാകുന്നുണ്ടെന്ന് മാറി അത്രമാത്രം ഒരു 100% അടുത്ത് എത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്നാൽ ഈ താലവ്യാദേശം മുതലായ നയങ്ങളുണ്ടല്ലോ, അതൊക്കെ 9-ാം ശതകത്തിൽ തന്നെ മിക്കവാറും പൂർണ്ണമായിട്ട് ഈ ശാസനങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി വ്യാകരണ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. നാമങ്ങളോട് ലിംഗ, വചന, വിഭക്തി അർത്ഥങ്ങൾ കുറിക്കാനും ക്രിയകളോട് കാല, പ്രകാര, പ്രയോഗങ്ങളെ കുറിക്കാനും ചേർക്കുന്ന പ്രത്യയങ്ങൾ തമിഴിലും പ്രാചീന മലയാളത്തിലൊക്കെ ഏറെക്കുറെ സമാനമായിരുന്നു. അപ്പൊ ഇന്നത്തെ മലയാളത്തിൽ ഈ വക പ്രത്യയങ്ങൾ പലവിധ പരിണാമം ഉണ്ടായവയാണ്. സംബന്ധിക വിഭക്തി പ്രത്യയം ഉടെ, ഉടയ്യ, ഉടൈ എന്നിവയായിരുന്നു ആദ്യകാലത്തെ ശാസന ഭാഷ, അതായത് ശാസന ഭാഷയിൽ ഉണ്ടായിരുന്നത്. ഉടെ, ഉടയ്യ, ഉടൈ എന്നിവയായിരുന്നു ആദ്യകാലത്തെ ശാസന ഭാഷയിൽ ഉണ്ടായിരുന്നത്. അല്ലാണ്ട് എൻ്റെ എന്നുള്ള പ്രത്യയം ഇന്ന് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന എൻ്റെ എന്നുള്ള പ്രത്യയം ഇല്ല. അതുപോലെ പ്രതിഗ്രാഹിക വിഭക്തിക്ക് ഐ ആണ്. 15-ാം നൂറ്റാണ്ടിന് ശേഷമാണ് എ ആയി മാറുന്നത്. ഉദ്ദേശിക വിഭക്തിക്ക് ക്ക്, ആധാരികയ്ക്ക് ഉൾ എന്നിവയാണ് ഉപയോഗിക്കുന്നത്. പൂർണ്ണക്രിയകൾക്ക് പുരുഷ പ്രത്യയം നിർബന്ധമായിരുന്നു അന്ന്. അതായത് പുരുഷഭേദ നിരാസം അതും ആയിട്ടില്ല എന്നർത്ഥം. വർത്തമാനകാല പ്രത്യയം ഉന്നു എന്നല്ല, ഇൻറ്റു എന്നായിരുന്നു. വർത്തമാനകാല പേരച്ചത്തിൽ ആനിൻഡ എന്നുള്ളത് സാർവത്രികമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്, ആനിൻഡ എന്നുള്ളത്. പിന്നെ സമുച്ചയ പ്രത്യയമായിട്ട് രാമനും കൃഷ്ണനും എന്ന് പറയില്ലേ, അത് ചേരുമ്പോൾ പദാന്തത്തിലെ അനുസ്വാരം മകാരമായി തന്നെ നിന്നിരുന്നു എന്നുള്ളതാണ്. രാമനും എന്ന് പറയുമ്പോഴൊക്കെ ചിലയിടത്ത് അത് അവളുമും എന്നാക്കി ചേരുമ്പോൾ അവസാനത്തിൽ അനുസ്വാരമാണ് രാമൻ എന്നുള്ളത് കൊണ്ടാണ് രാമനും എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് അനുസ്വാരമാണ് അവസാനം വന്നതെങ്കിൽ അത് മകാരമായിട്ട് മാറുമായിരുന്നു. മകാരം അവിടെ ആഗമമായിട്ട് വരുന്നു എന്നുള്ളതാണ്. പിന്നീടാണ് മകാരം വകാരമായി മാറുന്നത്. കണ്ണും എന്ന് പറയില്ല, കണ്ണുമും എന്ന് പറയും. മനസ്സിലായോ? അങ്ങനെയുള്ള മാറ്റം ഇതൊക്കെ ഒരു 14-ാം നൂറ്റാണ്ടിൽ ഉത്തരാർത്ഥം ആകുമ്പോഴേക്കൊക്കെ പൂർണ്ണമാകുന്നുണ്ട് കേട്ടോ. പിന്നെ സർവനാമങ്ങളിൽ അധികം മാറ്റമില്ല. ഞാനാകുന്നുണ്ട്, അവരൾ, അവറ്റ എന്നിവ, അവർ, അവ തുടങ്ങിയൊക്കെ ആകുന്നത് ഇതിൽ കാണാം. പിന്നീട് ഈ പ്രാചീന പദങ്ങളായിട്ട് കുറച്ചുണ്ട്. ദാനമായി കൊടുക്കുന്നതിന് അട്ട കൊടുക്കുക എന്ന് പറയും. നികുതിക്ക് ഇറായി, ഏർപ്പാടിന് കച്ചം, സൂക്ഷ്മത്തിന് ചരതം, ക്ഷേത്രത്തിലെ കെടാവിളക്കിന് തിരുനന്താവിളക്ക്, ദേവനുള്ള പൂമാലയ്ക്ക് പള്ളിത്താമം, ക്ഷേത്രത്തിന് മുക്കാൽ വട്ടം, ഉത്സവത്തിന് വീഴ, കരയിലും വെള്ളത്തിനും എന്നുള്ളതിന് വെടിയിലും പടകിലും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള പദങ്ങളും ഇതിൽ കാണാം. ഇതിൻ്റെ വാക്യഘടന നോക്കുകയാണെങ്കിൽ പൊതുവെ ചെറിയ ചെറിയ വാക്യങ്ങളായിട്ടാണ് ഉപയോഗിച്ചത് ഇതിൽ ശാസനങ്ങളിൽ കാണുന്നത്. തമിഴിൻ്റെതിനേക്കാൾ മലയാളത്തിൻ്റെ വാക്യഘടനയാണ് അവയിലുള്ളത്. പിൽക്കാല മലയാള ഗദ്യകൃതികളിൽ കാണുന്നത് പോലെ സംസ്കൃതത്തിൻ്റെ സ്വാധീനത്തിന് നിദർശനമായിട്ടുള്ള ദീർഘവാക്യങ്ങൾ ഇതിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പൊതു സവിശേഷതകളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി തുടർന്ന് നമ്മൾ പഠിക്കാനുള്ള ശാസനത്തിലെ ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇതൊക്കെയാണ് വട്ടെഴുത്തിലാണ് ശാസനത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളാണ്. തെരിസാപ്പള്ളി പട്ടയമാണ് നമ്മൾ പറയാൻ പോകുന്നത്.